warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahil ahadis samadil farad al-wahidil wajidil majid lam yalid wa lam yulad wa lam yakul lahu kufuwan ahad. Alhamdulillahi nahmaduhu wa nasta'inuhu wa nastaghfiruh wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن لا إله إلا الله ونشهد أن سيدنا وحبيبنا محمد صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكره المشركون. نصلي ونسلم على سيدنا وحبيبنا محمد صلى الله عليه وسلم أفضل من نطق بالله وإنسان عين الوجود وقرة عين المضاد وعلى الآل والصحاب الذين هم للدين كالجبال الأوتاد. أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
ഇന്നൽ മൗതല്ലയുമല്ലോ നീയും അവരോടെല്ലാം യാത്ര പറയുമല്ലോ വല്ല തൂന മിൻഹു ഫഇൻ ഖബറിക. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഉമർ ഫൈലി ഉസ്താദ്, മറ്റു വേദിയിലിരിക്കുന്ന ഉസ്താദുമാര്, സദസ്സിലിരുന്നു കൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയതിനെ ഒരു സാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാഫാക്കി തരട്ടെ. ഇതര മതത്തിൽപ്പെട്ട ഏതെങ്കിലും ആളുകൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ 1000 സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന കാലം ജീവന്റെ തുടിപ്പുള്ളപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ സർവശക്തനായ തമ്പുരാൻ നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മദീനയുടെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിൽ മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത് മായാതെ മറയാതെ മലീമസമാവാതെ മനസ്സിന്റെ മാണിക്യ കൊട്ടാരത്തിലെ മറുതകക്കല്ലായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന്റെ കാലച്ചകൾ കാലെ കൂട്ടി കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കമനീയമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതം ജീർണതകളില്ലാതെ ജീവശക്തരാക്കി ജീവിച്ചു തീർക്കുവാൻ സർവശക്തനായ തമ്പുരാൻ നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സദസ്സിൽ വേദനയോടെ, പ്രയാസത്തോടെ, നൊമ്പരത്തോടുകൂടെ ആരെങ്കിലും വന്നിരിക്കുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വവിധ വേദനകളെയും സർവ്വവിധ നൊമ്പരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അകറ്റി സന്തോഷത്തോടുകൂടെ പിരിഞ്ഞു പോകാനുള്ള തൗഫീഖ് പടച്ച തമ്പുരാൻ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മൾ ഇത്ര നേരം ഇവിടെ ഇരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ പ്രാർത്ഥന കഴിഞ്ഞു, ദിക്ർ ചൊല്ലി, ദുആ ചൊല്ലി, അതുപോലെ തന്നെ സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഇബാദത്തുകളെല്ലാം ചെയ്ത് മഹത്തായ ഒരു ദുആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി സാധാരണയിലും അത് പ്രസംഗം കഴിഞ്ഞ് അവസാനത്തിലാണ് സയ്യിദന്മാരുടെ പ്രാർത്ഥന ഉണ്ടാവുക. എന്നാൽ നമ്മുടെ കബീസി തങ്ങൾക്ക് ആരോഗ്യപരമായിട്ടൊക്കെ ചില പ്രയാസങ്ങളുള്ള കാരണം തങ്ങളവർ തന്നെ പറഞ്ഞതാണ്, ഞാൻ ആദ്യം ദുആ ചെയ്തു പോവുകയാണ് എന്ന്. എന്തായാലും നല്ലൊരു പ്രാർത്ഥന കഴിഞ്ഞ സദസ്സിലാണ് നാം എല്ലാവരും ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാനും ഇതിനെ കാണുകയാണ്. ആദ്യമായി അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. 2 ദിവസങ്ങളിലായി നിങ്ങൾ ഇവിടെ വന്നു മതപ്രഭാഷണങ്ങളൊക്കെ കേട്ടു. ഇന്ന് എന്നിൽ അർപ്പിതമായിരിക്കുന്ന വിഷയം മരണത്തെ മറന്ന സമൂഹം എന്നുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അല്പസമയം ഞാൻ അതിനെക്കുറിച്ച് വിഷയത്തിൽ അധിഷ്ഠിതമായി സംസാരിച്ച് പ്രാർത്ഥനകളോടെ നമുക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മരണത്തെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്? അത് നമുക്ക് ഓർക്കാൻ വേണ്ടിയാണ്. മരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയല്ല, മറിച്ച് മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണ്. കാരണം മരണത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ ദിനേനെ പത്രമാധ്യമങ്ങളിലൂടെ ദിനവും കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കുകയാണ്, അക്സറൂ ദിക്റ ഹാദിമിൽ ലൗവാത്ത്. എല്ലാ രസങ്ങളെയും എല്ലാ
സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിന് ഓർക്കലിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈ വീട്ടിക്കാടിന്റെ മണ്ണിൽ വന്നിരുന്നു കൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, മുസ്ലിം അമ്മമാരുണ്ടല്ലോ, നമ്മളൊന്ന് ചിന്തിക്കണേ. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് പ്രിയപ്പെട്ടവരെ. അലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിൽ, ഉപ്പാന്റെ മുതുകിലൂടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ വന്നുകൊണ്ട് അവിടുന്ന് നമ്മ ഉമ്മ പ്രസവിച്ചതിന് ശേഷം ദുനിയാവിലുള്ള യാത്ര, ആ ദുനിയാവിലുള്ള യാത്ര അവസാനിക്കുന്നത് മരണത്തോടുകൂടെ. പിന്നെ വേറൊരു യാത്രയാണ്, അത് പിന്നീടുള്ള യാത്ര ഖബർ ജീവിതം. അതിനുശേഷം പിന്നീട് വേറൊരു ജീവിതമാണ് മഹ്ശർ. അങ്ങനെ തുടങ്ങി സ്വർഗത്തിലേക്ക് വരെയുള്ള യാത്ര. അവിശ്വാസികളാണെങ്കിൽ നരകം വരെയുള്ള യാത്ര. ഈ യാത്രക്കിടയിലുള്ള യാത്രക്കാര് മാത്രമാണ് നമ്മളെന്ന് ആലോചിക്കണേ പ്രിയപ്പെട്ടവര്. നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോ വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന ദീനുണ്ടല്ലോ, ആ ദീനിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മരണത്തെ കുറിച്ച് ചിന്തിക്കാതെ വിശുദ്ധമാക്കപ്പെട്ട ദീനിൽ നിന്ന് തെറ്റി നടക്കുന്ന എത്രയോ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ എത്രയോ കഷ്ടപ്പെട്ടു പ്പെട്ടവരെ നമുക്ക് വേണ്ടി ദീൻ എത്തിച്ചെന്ന്, നമുക്ക് വേണ്ടി ദീൻ എത്തിച്ചു തന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ആ ദീനിനെ കളങ്കപ്പെടുത്തി മരിക്കുന്നതിനെ കുറിച്ച് ചിന്തയില്ലാതെ, മരണത്തിനെ കുറിച്ച് ചിന്തയില്ലാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോ പട്ടിണി പാവങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ദിവസങ്ങളോളം പട്ടിണി കിടന്നുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് എത്തിക്കുമ്പോ പ്രിയപ്പെട്ട മുസ്ലിമേ ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ മഹദിയായിരിക്കുന്ന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മഹദി ഫാത്തിമ ബീവി പറയുന്നു, പ്രിയപ്പെട്ട പിതാവാകുന്ന നബി തങ്ങളോട് പറയുന്നു, നബിയേ, ഞാനും എന്റെ മക്കളും 2 ദിവസമായി പട്ടിണിയിലാണ് റസൂലേ, പട്ടിണിയിലാണ് നബിയേ. ആരാ പറയുന്നതെന്നോ? അൽ ഫാത്തിമത്തു ഖിത്അത്തുൻ മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് നബി തങ്ങൾ വിശേഷിപ്പിച്ചു പോയ പൊന്നുമോള് ഫാത്തിമ ബീവിയാണ് പറയുന്നത്. നബിയേ, 2 ദിവസമായി ഞാനും എന്റെ മക്കളും പട്ടിണിയിലാ നബിയേ, പട്ടിണിയിലാ നബിയേ. ഇതെന്ന് കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ കുപ്പായമങ്ങ് പൊക്കി കാണിച്ചു കൊടുത്തു, ഒട്ടിയ വയറ് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന, മോളെ ഫാത്തിമ, നീയും നിന്റെ മക്കളും 2 ദിവസമായി പട്ടിണിയിലാണെങ്കിൽ പൊന്നുമോളെ ഫാത്തിമ, നിന്റെ ഉപ്പ 4 ദിവസമായി പട്ടിണിയിലാണ് മോളെ ഫാത്തിമ. തീർന്നില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറി ചെല്ലുമ്പോ വീടിന്റെ മുക്കിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്നു, വയറ്റിൽ കൈവച്ചുകൊണ്ട് കരയുന്നു പേരമക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. തന്റെ പേരമക്കളുടെ കരച്ചിൽ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ വിശപ്പെന്ന് റസൂൽ മറന്നു പോവുകയാ. അവിടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. തന്റെ പേരമക്കള് പട്ടിണിയാണെന്ന് കേൾക്കുമ്പോ, തന്റെ പേരമക്കളുടെ കണ്ണീര് കാണുമ്പോ അവിടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തിനെന്നറിയോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജോലി അന്വേഷിക്കുകയാണ്. 4 ദിവസമായി പട്ടിണി
നബി തങ്ങൾ ജോലി അന്വേഷിക്കുകയാ. കാണുന്നവരോടെല്ലാം ജോലിയുണ്ടോ ജോലിയുണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് പോകുമ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് അഅറാബിയായ മനുഷ്യനെ കാണുകയാ. അഅറാബിയായ മനുഷ്യനോട് ചോദിക്കുന്നു, എനിക്ക് വല്ല ജോലിയും തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഈ പ്രവാചകനാണെന്നറിയില്ല, ഇത് നബിയാണെന്ന് അയാൾക്കറിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഈ കാണുന്ന ഈ തൊപ്പനത്തോട്ടം എന്റേതാ, അതിന്റെ ഉള്ളിലായി കൊണ്ടൊരു കിണറുണ്ട്, ആ കിണറ്റിൽ വെള്ളമുണ്ട്. നീ എന്ത് ചെയ്യണമെന്നറിയോ? ഞാനൊരു ജോലി തരാം. ഞാൻ നിനക്കും ഓരോ ബക്കറ്റ് വെള്ളം കോരിയിട്ട് ഓരോ ഈ തൊപ്പനെ അങ്ങ് നനക്കണം. എന്നാൽ ഒരു ഈത്തപ്പന നനച്ചാൽ നിനക്ക് ഞാൻ 3 കാരക്ക് തരാം. ഒരു ഈത്തപ്പന നനച്ചാൽ അതിനുള്ള കൂലിയായി കൊണ്ട് 3 കാരക്ക് തരാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഅറാബിയായ മനുഷ്യൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊന്നും ചിന്തിച്ചില്ല. പ്രിയപ്പെട്ടവരെ, തന്റെ പേരമക്കളുടെ വിഷം കെട്ടിയ വയറ് കണ്ണുക, തന്റെ പേരമക്കളുടെ വിഷം കെട്ടിയതായ വയറ് കാണുകയാണ്. അത് മനസ്സിൽ കൊണ്ടുവരികയാണ്. ആ കണ്ണീര് മനസ്സിലങ്ങ് വന്നപ്പോ ആ ജോലി അങ്ങ് ചെയ്യാൻ തയ്യാറാവുകയാ. അവിടുന്ന് വെള്ളം കോരിയിട്ട് ഒന്നാമത്തെ ഈത്തപ്പന നനച്ചു, 2 പ്രാവശ്യവും നനച്ചു, 3-ാമത്തെ പ്രാവശ്യം നനച്ച് 4-ാമത്തെ പ്രാവശ്യം നനയ്ക്കാൻ വേണ്ടിയിട്ട് ആ ബക്കറ്റ് അങ്ങ് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ആ ബക്കറ്റിന്റെ കയറങ്ങ് പൊട്ടിയിട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് വീണു പോവുകയാ. ഇതങ്ങ് കാണേണ്ട താമസം ദേശത്തോടുകൂടെ വെറുപ്പോടുകൂടെ അഅറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്ദരമായ മുഖത്തെ കാഞ്ഞടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലിന്റെ മുഖത്തേക്ക് വലിയൊരു അടിയങ്ങ് വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുവന്ന് തൊടുത്തു പോവുകയാ. തിരിച്ചൊന്നും പ്രതികരിച്ചില്ല. തിരിച്ചൊരു വാക്ക് പോലും പറയാതെ, ഒന്നും കാണിക്കാതെ അവിടെ അഅറാബിയോട് പറഞ്ഞു, ഞാൻ 3 പാത്രം വെള്ളം കോരിയിട്ടുണ്ടല്ലോ, ഞാൻ 3 ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ടല്ലോ, അതിനുള്ള പ്രതിഫലം തന്നാൽ, അതിനുള്ള കൂലി തന്നാൽ ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് 3 ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചതിനുള്ള കൂലിയായിക്കൊണ്ട് 9 കാരക്കയും വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുകയാ. അഅറാബിയായ മനുഷ്യൻ ചിന്തിച്ചുപോയി, ഞാൻ ആ മനുഷ്യനെ ഇത്രമേൽ അടി കൊടുത്തിട്ടും, ഇത്ര നൊമ്പരമാകുന്ന വേദനയാകുന്ന അടിയങ്ങ് വെച്ച് കൊടുത്തിട്ടും തിരിച്ചൊരു വാക്ക് പോലും ആ മനുഷ്യൻ പറഞ്ഞില്ലല്ലോ. ഇനി അത് വല്ല പ്രവാചകനുമായിരിക്കുമോ? അഅറാബിയുടെ മനസ്സ് മാറുകയാണ്. ഇനി അത് വല്ല പ്രവാചകനുമായിരിക്കുമോ? എന്താണെന്നറിയില്ല. തിരിച്ചൊരു വാക്ക് പോലും പറയാതെ അല്ലേ ആ മനുഷ്യൻ പോയത്. ഇതങ്ങ് ചിന്തിച്ചിട്ട് മനോവിഷമത്താൽ അഅറാബി എന്ത് ചെയ്തെന്നറിയുമോ? ഞാനൊരു പ്രവാചകനെ തല്ലിയവനാണെങ്കിൽ എനിക്ക് ഈ കയ്യിന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കത്തിയെടുത്തുകൊണ്ട് തന്റെ വലത് കയ്യങ്ങ് മുറിച്ച് കളയുകയാ. വേദനയോടുകൂടെ നൊമ്പരത്തോടുകൂടെ രക്തം വാർന്നൊലിക്കുന്ന കയ്യുമായി പടഞ്ഞുകൊണ്ട് അഅറാബിയായ മനുഷ്യൻ വഴിയിലങ്ങ് കിടക്കുമ്പോൾ യാത്രക്കാരായിരിക്കുന്ന ആളുകൾ വരുന്നു. യാത്രക്കാർ വന്നുകൊണ്ട് ചോദിക്കുന്നു, മനുഷ്യ നിനക്കെന്ത് പറ്റിയടാ, നിന്റെ കയ്യിനെന്ത് പറ്റിയെന്ന് പറയുമ്പോ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അഅറാബി പറഞ്ഞു, ഇനിയൊരു പ്രവാചകനെയായിരിക്കുമോ ഞാൻ തല്ലിയത്, അതുകൊണ്ട് എനിക്ക് പ്രവാചകനെ തല്ലിയ കയ്യെനിക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുറിച്ചു കളഞ്ഞത്. അവിടുന്ന് യാത്രക്കാര് പറഞ്ഞു, മോനെ, അങ്ങനെ നീ തല്ലിയിട്ട് തിരിച്ചൊരു വാക്ക് പോലും പ്രതികരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. അതുകൊണ്ട് അയാളെ ചോദിക്കുന്നു, എന്നാൽ എനിക്ക് നബിയെ ഒന്ന് കാണണമല്ലോ, എവിടെ ചെന്നാലാ കാണാൻ കഴിയുക? യാത്രക്കാര് പറഞ്ഞു, വഴിയാത്രക്കാര് പറഞ്ഞു, വഴിപോക്കന്മാര് പറയുകയാണ്, ഫാത്തിമയുടെ വീട്ടിൽ പോയാൽ കാണാൻ കഴിയുമെന്ന്. അറാബിയായ മനുഷ്യൻ തന്റെ മുറിഞ്ഞു പോയതായ വലതു കൈ ഇടതു കൈ കൊണ്ടെടുത്തുകൊണ്ട് ചോരയുമായി കേട്ടുവന്നതായ രക്തത്തിന്റെ അതുമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഫാത്തിമ ബീവിയുടെ വാതിലിൽ ചെന്ന് മുട്ടുമ്പോ ഫാത്തിമ ബീവി വാതിൽ തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇടതു കൈയിൽ വലതു കൈയുമായി വാർന്നൊലിക്കുന്ന രക്തവുമായി ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ആരാ വന്നിരിക്കുന്നത്? ആരാ വന്നിരിക്കുന്നത്? ഫാത്തിമ ബീവി പറഞ്ഞു, അറിയില്ല നബിയേ. ഇടത് കൈയിൽ വലതു കൈപ്പത്തിയുമായി ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ വരാൻ പറയൂ. ആ മനുഷ്യൻ വീടിന്റെ കപ്പലത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, ആരാണ് ഈ വന്നിരിക്കുന്നതെന്നറിയോ? എന്റെ മുഖത്തടിച്ച ആളെന്നല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല, എന്നെ വേദനിപ്പിച്ച ആളെന്നല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല. അവിടെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഈ വന്നിരിക്കുന്നതെന്ന് ആരെന്നറിയുമോ? മോളെ ഫാത്തിമ, നീയും നിന്റെ മക്കളും പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോ നിനക്ക് വേണ്ടി ഭക്ഷിക്കാൻ, നിന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ ഭക്ഷിച്ചു പോയതായ കാരക്കയില്ലേ, ഞാൻ കൊണ്ടുവന്ന 9 കാരക്കയില്ലേ, അത് വന്ന് സഹായിച്ച നല്ല മനുഷ്യനാണ് ഈ വന്നിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ ഫാത്തിമ ബീവിയോട് പറയുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, നബിയേ, എന്നോട് പൊറുക്കണേ നബിയേ, നിങ്ങളൊരു പ്രവാചകനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, എന്നോട് പൊറുക്കണേ നബിയേ. എന്നിട്ട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എന്റെ കൈയൊന്ന് ശരിയാക്കി തരുമോ? നബി തങ്ങൾ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഉമിനീരെടുത്തുകൊണ്ട് ആ കൈ അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാ. ആ മനുഷ്യൻ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക യാ റസൂലല്ലാഹ്. തങ്ങളോട് വിശ്വസിച്ചു പോയി. ഇത്രമേൽ കഷ്ടപ്പെട്ടുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമ്മിലേക്ക് എത്തുമ്പോ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം മാറിപ്പോകുമ്പോ ഇവിടെ മരണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാ. അതിന്റെ മുമ്പ് ഞാൻ നിങ്ങളിലേക്ക് ഇട്ടുതരികയാണ് അല്ലാഹുവിന്റെ റസൂല് കഷ്ടപ്പെട്ടതായ കഷ്ടപ്പാട്. അതൊന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നല്ല മനസ്സോടുകൂടെ സന്തോഷത്തോടുകൂടെ ചെയ്തു പോയതായ തെറ്റുകൾക്കെല്ലാം പാപമോചനം തേടിയിട്ട് അല്ലാഹുവിനോടൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പോയാൽ അല്ലാഹു പുറത്തു തരുമെന്നത് തീർച്ചയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്രമേൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് ദീനെത്തിച്ചു തന്നത്. എന്നിട്ട് നമ്മളോ അത് മറന്നു. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ മറന്നു, മരണം മറന്നു, പരലോകം മറന്നു. ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ നമുക്ക് മരണത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നു. മരിക്കാതെ ആരും തന്നെ ഇവിടെ ജീവിക്കൂല പ്രിയപ്പെട്ടവരെ, ആരും തന്നെ മരിക്കാതെ ജീവിക്കൂല. لكان رسول الله فيها مخلدا. ഈ ലോകത്ത് മരിക്കാൻ
അറിയാതെ ആരെങ്കിലും ജീവിക്കുമായിരുന്നെങ്കിലോ ഈ ലോകം ആർക്കെങ്കിലും ശാശ്വതമാകുമായിരുന്നെങ്കിലോ അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ജീവിക്കുമായിരുന്നു. പക്ഷേ തുച്ഛമായ 63 വർഷക്കാലം ഇവിടെ ജീവിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മളും പോകണം, നമ്മളും പോവേണ്ടതാണ്, എല്ലാവരും പോവേണ്ടതാണ്. എല്ലാ ശരീരവും രുചിക്കുന്നതാണ് മരണം. അല്ലാഹു പറഞ്ഞുവല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്, എല്ലാ ശരീരവും മരണത്തെ രുചി നോക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്, നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻ, നിങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായ, ഓടിപ്പോകുന്നതായ, നിങ്ങൾ മരുന്ന് കഴിച്ച് ഗുളിക കഴിച്ച് തടഞ്ഞു നിർത്തുന്നതായ, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായ മരണം, ഫഇന്നഹു മുലാഖീകും, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അപകടം പറ്റിയാൽ, ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരാളിങ്ങനെ പെടുകയാണെങ്കിൽ നമ്മൾ അവനെ കൊണ്ടുപോകുന്നത് ആശുപത്രിയിലേക്കാ. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? അവന്റെ ജീവൻ കിട്ടിയ അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി. അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഓടിയകലുന്ന രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മരണം, ആ മരണം നിങ്ങൾ കണ്ടുമുട്ടുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആ മരണത്തിനെ കുറിച്ച് ചിന്തിച്ചേ മതിയാകൂ. ആ മരണത്തിനെ കുറിച്ച് നമ്മുടെ ചിന്ത കൊണ്ടുവന്നേ മതിയാകൂ. മഹാരഥന്മാരായിരിക്കുന്ന ആളുകൾക്ക് ചിന്തയുണ്ടായിരുന്നു, പ്രവാചകന്മാർക്ക് ചിന്തയുണ്ടായിരുന്നു, സഹാബത്തെ കിറാമിന് ആ മരണത്തിനെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ളവരായിട്ട് പോലും അവര് മരിക്കുമെന്ന് ചിന്തിച്ചിരുന്നു. മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ കല്യാണ പുതുപെണ്ണായി, പുത്തനുടുപ്പ് ധരിക്കേണ്ടതായ കല്യാണ പുതുപെണ്ണായി ഇറങ്ങുമ്പോ ഫാത്തിമ ബീവി ധരിച്ചതായ വസ്ത്രത്തില് 8 കഷ്ണങ്ങൾ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ, ഫാത്തിമ ബീവി ധരിച്ചതായ വസ്ത്രത്തിൽ 8 കഷ്ണങ്ങളാണ് അത്രേ തുന്നിപ്പിടിപ്പിച്ചിരുന്നത്. നമ്മുടെ മക്കള് പുതുപെണ്ണായി ഇറങ്ങുമ്പോ തലേ ദിവസം ധരിക്കാൻ ഒരു വസ്ത്രം വേണം, വീട്ടിൽ പിന്നീട് രാവിലെ ധരിക്കാനെന്ന് വേണം, പുതുപെണ്ണായി മണ്ഡപത്തിൽ പോകാനെന്ന് വേണം. പിന്നെ പുതിയാപ്പിള്ള വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് ധരിപ്പിച്ച് കൊണ്ടുപോകുന്ന വസ്ത്രം വേറൊന്ന്, കല്യാണത്തിനും സൽക്കാരത്തിനുമായി മറ്റു 2 വസ്ത്രങ്ങള്. എത്രയോ വസ്ത്രങ്ങൾ നമ്മൾ ചെലവാക്കുമ്പോ, എത്രയോ പൈസ നമ്മൾ ചെലവാക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പുതുപെണ്ണായി ഇറങ്ങുമ്പോ ധരിച്ച വസ്ത്രത്തിൽ 8 കഷ്ണങ്ങൾ തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കീറിപ്പോയ സ്ഥലത്ത് 8 കഷ്ണങ്ങൾ തുന്നിപ്പിടിപ്പിച്ചത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചോദിച്ചു, നബിയേ, അങ്ങ് മദീനത്തെ രാജാവാണല്ലോ നബിയേ, അങ്ങ് മദീനത്തെ അമീറാണല്ലോ നബിയേ, അങ്ങയുടെ പുത്രിയാകുന്ന ഫാത്തിമ രാജകുമാരിയാണല്ലോ നബിയേ, ആ ഫാത്തിമയ്ക്കെന്ന് കല്യാണമായിട്ടും ആ ഫാത്തിമയ്ക്കെന്ന് പുതുപെണ്ണായി ഇറങ്ങുകയായിട്ട് പോലും ഒരു പുത്തൻ വസ്ത്രം ധരിച്ചു കൊടുത്തൂടെ നബിയേ. ഇത് കേട്ടതായ ഫാത്തിമ ബീവിക്ക് പറയാനുണ്ടായിരുന്നത്, അല്ലാഹുവിന്റെ റസൂലിന് പറയാനുണ്ടായിരുന്നത് ഒരേ ഒരു മറുപടി മാത്രമാണ്.
സിദ്ദീഖ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലും ഫാത്തിമ ബീവിയും പറഞ്ഞു കൊടുക്കുന്നു, സിദ്ദീഖ് തങ്ങളെ, എത്ര ഉന്നതമായ എത്ര വലിയ വീടുകളിൽ താമസിച്ചിരുന്നവരാണെങ്കിലും, എത്ര വലിയ വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്നവരാണെങ്കിലും, എത്ര വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചവരാണെങ്കിലും, പിന്നെ സിദ്ദീഖ് തങ്ങളെ, നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മെ കൊണ്ടുപോകുന്നത് 3 കഷ്ണം വെള്ളത്തുണിയാണെന്ന് മറന്നു പോവല്ല സിദ്ദീഖ് തങ്ങളെ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ ബീവി പറഞ്ഞു കൊടുത്തുവെങ്കില് സ്വർഗ്ഗത്തിലെ ഹൂറുലീങ്ങളെ നേതാവാകുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് പോലും ആ മരണത്തിനെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. തീർന്നില്ല മുഅ്മിനേ, തീർന്നില്ല. അവിടുന്ന് കല്യാണം കഴിഞ്ഞു സയ്യിദ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ കത്തറത്തില് റൂമിൽ ഇങ്ങനെ മണിയറയിൽ കാത്തിരിക്കുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പുതിയാപ്ലയെ കാത്തിരിക്കുന്നു. എല്ലാം കഴിഞ്ഞു, പുതിയാപ്ലയെ കാത്തിരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചുകൊണ്ട് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മണിയറയിലേക്ക് കടന്നു വരികയാ. മണിയറയിലേക്ക് കടന്നു വന്ന അലി തങ്ങള് അവിടെ റൂമിന്റെ വാതിലങ്ങടക്കുമ്പോ ഫാത്തിമ ബീവി കരയാൻ തുടങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി കരയുകയാണ്. എന്തിനാ ഫാത്തിമ കരയുന്നതെന്നറിയോ? തോന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹു അൻഹു ആ വീടിന്റെ വട്ടത്തിലുള്ളതായ റൂമിന്റെ ഉള്ളിലുള്ളതായ വിളക്കങ്ങ് കൊടുത്തുമ്പോ ഫാത്തിമ ബീവി പൊട്ടി പൊട്ടി കരയുകയാ. ഫാത്തിമ ബീവി കരയുമ്പോ അലി തങ്ങൾ ചോദിക്കുന്നു, പെണ്ണെ ഫാത്തിമ, ഈ അലിയൻ എനിക്കിഷ്ടമില്ലാനിട്ടാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? ഈ അലിയൻ എനിക്കിഷ്ടമില്ലയോ ഫാത്തിമ? അവിടെന്ന് ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാരെന്ന് കേൾക്കണേ. ഫാത്തിമ ബീവി പറയുന്നു, അലിയെ, നിങ്ങളെ പോലുള്ള ഒരാളെ ഭർത്താവായി ലഭിക്കുക എന്നുള്ളത് ലോകത്തിലെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന കാര്യമാ. ഞാനൊക്കെ എത്ര ഭാഗ്യവതിയാണെന്നറിയോ? നിങ്ങളെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയത് ഞാൻ സന്തോഷിക്കുന്നുണ്ട് അലിയെ. പിന്നെന്തേ ഫാത്തിമ നീ കരയുന്നത്? പിന്നെന്തേ ഫാത്തിമ നീ കരയുന്നത്? ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, നിങ്ങൾ എന്റെ റൂമിലേക്ക് ഈ മണിയറയിലേക്ക് കടന്നു വന്നിട്ട് ഈ മണിയറയുടെ വാതിലങ്ങടച്ചപ്പോ, ഈ റൂമിന്റെ വാതിലങ്ങടച്ചപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചിന്ത വന്നു പോയത്, അലിയേ, ഞാനെങ്ങാനും മരിച്ചുപോയാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് കബറിൽ വെച്ചിട്ട് നിങ്ങൾ ഈ റൂമിന്റെ വാതിലടച്ചതുപോലെ കല്ലുകൊണ്ട് എന്റെ ഖബറിന്റെ വാതിലും അടക്കൂലേ എന്ന ചിന്തയാ പൊന്നു അലിയെ എനിക്ക് വന്നത്. തീർന്നില്ല അലിയെ, നിങ്ങൾ ഈ റൂമിന്റെ ഉള്ളിലുള്ള വിളക്ക് കെടുത്തിയപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്നതെന്തെന്നറിയോ പൊന്നു അലിയെ? ഈ റൂമിന്റെ ഉള്ളിലുള്ളതായ ഇരുള് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്, എന്നെ ഖബറിൽ കൊണ്ടുപോയി എന്നെ ഖബറിയാക്കി കഴിഞ്ഞാൽ എന്നെ ഖബറടക്കിയിട്ട് ഖബർ മൂടിയിട്ട് എല്ലാവരും തിരിച്ചു പോന്നാൽ എന്റെ ഖബറിന്റെ ഉള്ളിലുള്ള ഇരുട്ട് എത്രമേലുണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി അലിയേ. അത് കാരണത്താല ഞാൻ കരഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അലിയേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ, മധുവിധു ആഘോഷിക്കേണ്ട ദിവസമല്ലേ പൊന്നു അലിയെ, എന്ന് നമുക്ക് ഇബാദത്തിലായി കഴിഞ്ഞുകൂടിക്കൂടെ? ഇന്ന് നമുക്ക് ഇബാദത്ത് ചെയ്തുകൂടെ? അവിടെ നിന്ന് അലി തങ്ങൾ സന്തോഷത്തോടുകൂടെ പറയുന്നു, പെണ്ണെ ഫാത്തിമ, ഞാനിതെങ്ങനെ നിന്നോട് പറയണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും എനിക്ക് സന്തോഷമായി മോളെ ഫാത്തിമ.
എന്ന് പറഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ ഖബറിനെ ഓർത്തിട്ട് നേരം പുലരുവോളം ഇബാദത്തിലായി നിസ്കാരത്തിലായി കഴിഞ്ഞു കൂടിയ ദമ്പതികളായി വന്ന് അലി തങ്ങളും ഫാത്തിമ ബീവിയും. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, അവർക്കതിനെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നു. പക്ഷേ നമുക്കെന്തേ ആ ചിന്ത വരാത്തത്? മരണത്തിനെ കുറിച്ച് കേൾക്കുമ്പോ വഅല് പറയുമ്പോ നമുക്ക് ചിന്ത വരാറുണ്ട്, പിന്നെ മറന്നുപോയി. നമ്മൾ ദുനിയാവിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിനെ പ്രേമിച്ചുകൊണ്ട്, ദുനിയാവിനെ സ്നേഹിച്ചുകൊണ്ട്, ദുനിയാവ് വാരിക്കൂട്ടാൻ വേണ്ടി ഓടി നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാന്മാർ അങ്ങനെയായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. മഹാന്മാരുടെ ജീവിതമാണ് നമുക്ക് മാർഗദർശനം നൽകുന്നത്. മഹാന്മാരുടെ ജീവിതമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മഹാനായിരിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം കിട്ടി അമീറായി ഭരിക്കാൻ തുടങ്ങി. ഭരണം കിട്ടി അമീറായിട്ട് ഭരിക്കാൻ തുടങ്ങുമ്പോ പകൽ മുഴുവനും തന്റെ പ്രജകളുടെ ക്ഷേമമന്വേഷിച്ചു. രാത്രിയാകുമ്പോൾ തന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ട് തന്റെ മണിയറയിൽ കയറിയിട്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് എടുത്തിട്ട് അതിൽ നിന്ന് നരകത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ ഓതിയിട്ട്, ഖബറിനെ കുറിച്ച് പറയുന്ന, മരണത്തിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ ഓതിയിട്ട് പൊട്ടിക്കരഞ്ഞ് എത്രയോ ദിവസങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അവിടുന്ന് ഖുർആൻ ഓതിയിട്ട് ഖബറിനെ കുറിച്ച്, മരണത്തിനെ കുറിച്ച് പിന്നെ ബോധം കെട്ട് മണിയറയിൽ വീണുപോയ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാവണം. നമുക്ക് മാതൃകയാണ്. ആ ജീവിതമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പകൽ മുഴുവനും തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. ഒരു ദിവസം അദ്ദേഹം തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇരിക്കുന്ന സന്നിധിയില് അവിടെ ചെന്നിരുന്നുകൊണ്ട് തന്റെ പ്രജകളോട് പറയുന്നു, നിങ്ങൾ അല്പസമയമൊന്ന് വിശ്രമിക്ക്, നിങ്ങൾ അല്പസമയമൊന്ന് താമസിക്കണേ, ഞാനൊന്ന് വിശ്രമിച്ച് മടങ്ങി വന്നിട്ട് നിങ്ങളുടെ കാര്യത്തിനുള്ള പ്രതിവിധി കാണാമെന്ന് പറഞ്ഞപ്പോ അവരുടെ സുന്ദരമായ ബന്ധത്തിൽ പിറന്ന പൊന്നുമോന് ഉപ്പാന്റെ പുറത്ത് തട്ടിയിട്ട് പറഞ്ഞുവല്ലോ, പ്രിയപ്പെട്ട ഉപ്പാ, നിങ്ങൾ എന്തേ പറഞ്ഞത്? ഈ കാണുന്ന പ്രജകളോട് അങ്ങെന്തേ പറഞ്ഞത്? അല്പം ഉറങ്ങിയതിന് ശേഷം, ഉറങ്ങി എണീറ്റതിന് ശേഷം അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നോ? എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിങ്ങളാ ഉറക്കത്തിലെങ്ങാനും ഒന്ന് മരിച്ചുപോയാ പിന്നെങ്ങനെ പ്രിയപ്പെട്ട പിതാവേ നിങ്ങൾക്ക് ഇവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിയുക, അതിനുള്ള പ്രതിവിധി കാണാൻ കഴിയുക എന്ന് പറയുമ്പോ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോന് തന്നിലേക്ക് അണച്ചു കൂട്ടിയിട്ട് ചുടുചുംബനങ്ങൾ കൊടുത്തുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞുവല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി വലദൻ സാലിഹൻ തുദക്കിറുനിൽ ആഖിറ. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും റബ്ബേ, നിനക്കാണ് റബ്ബേ സർവസ്തുതിയും. എനിക്ക് ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞു തരാൻ, മരണത്തിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ള ഒരു പൊന്നുമോനെ തന്ന അല്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചു പോയ സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, സ്ഥാനമുണ്ടായിരുന്നു, സൗന്ദര്യമുണ്ടായിരുന്നു. അവിടുന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞുവല്ലോ, പെണ്ണേ, ദുനിയാ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി. പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, ഈ ദുനിയാവെന്നുള്ളത് അഖല്ലു മിനൽ ഖലീലി, അത് കുറഞ്ഞതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞതാ. എന്നാലോ വആശിഖുഹാ അദല്ലു മിനൽ ദലീലി, ദുനിയാവ് വാരിക്കൂട്ടണമെന്ന ചിന്തയോടുകൂടെ
ദുനിയാവിനെ പ്രേമിച്ചുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവരോ അവരാരെന്നറിയുമോ? അവര് നിന്നൊരാള് നിസ്സാരക്കാരെന്ന് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെ മുഴുവൻ എടുത്തുകൊണ്ട് കൊടുത്തില്ലേ ബൈത്തുൽ മാലിലേക്ക്? പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കണേ. അവരെല്ലാം മറന്നുപോയവരാ. അവര് ദുനിയാവിന് വേണ്ടി ജീവിച്ചവരല്ല. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ അവർ ദുനിയാവിനെ തലാഖ് ചൊല്ലുന്നവരാ. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ طلقوا الدنيا وخافوا الفتنة نظروا فيها فلما علموا أنها ليست لحي وطنا جعلوها لجة فاتخذوا صالح الأعمال فيها سفنا. അള്ളാഹ്ക്ക് ചില ഇഷ്ടദാസന്മാരുണ്ട്. അവരെന്ത് ചെയ്തെന്നറിയോ? അവര് ദുനിയാവിനെ തലാഖ് ചൊല്ലിയവരാണ്. ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവരല്ല. വഖാഫുൽ ഫിത്ന അവർ പോയവരാ. ദുനിയാവിനെ തലാഖ് ചൊല്ലി എന്നിട്ടോ അവർ ചെയ്തതെന്തെന്നറിയോ? അവരാ ദുനിയാവിലേക്ക് അവർ നോക്കിയപ്പോ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ഈ ദുനിയാവ് ശാശ്വതമായി ജീവിക്കാനുള്ള ഒന്നല്ലെന്നവർക്ക് മനസ്സിലായപ്പോ അവരെന്തു ചെയ്തെന്നറിയോ? ജഅലൂഹാ ലുജ്ജതൻ ഫത്തഖദൂ ജഅലൂഹാ അവരാ ദുനിയാവിനെ ആക്കുന്നത് എന്തെന്നറിയോ? ലുജ്ജതൻ ദുനിയാവിനെ ഒരാഴക്കടലായി സങ്കല്പിച്ചു. വലിയ തിരമാലകളുള്ള വലിയ ആഴമുള്ള ആഴക്കടലായി ദുനിയാവിനെ അവർ സങ്കല്പിച്ചു. ദുനിയാവിനെ ഒരു ആഴക്കടലാക്കി മാറ്റി. എന്നിട്ടോ അവരെന്തു ചെയ്തെന്നറിയോ? ഫത്തഖദൂ സാലിഹൽ അഅമാലി നല്ല നല്ല അമലുകൾ സൽക്കർമ്മങ്ങൾ അവർ കൊണ്ടുവന്നു. അവർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടോ അതിനെന്ത് ചെയ്തെന്നറിയോ? ഫീഹാ സുഫ്നാ ദുനിയാവാകുന്ന ആഴക്കടലിൽ സൽക്കർമ്മങ്ങളാകുന്ന കപ്പൽ കൊണ്ടവര് അമൽ ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ടവര്, നമുക്കും ആ ഒരു ചിന്ത വരണം. എപ്പോഴാണ്, എവിടെ വെച്ചാണ്, ആരുടെ കൂടെയാണ്, എപ്പോഴാണ് മലക്കുൽ മൗത്ത് വരികയെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതിനെതിരെ വാദിച്ചു പോയവര്, ഞാൻ മരിക്കൂലെന്ന് വാദിച്ചു പോയവര് പോലും ഇന്ന് 6 അടി മണ്ണിലുണ്ട്. കൊണ്ടുപോയില്ലേ, നമ്മുടെ പേര് മാറിപ്പോയില്ലേ. എന്റെ പേര് മുഹമ്മദ് ഷാഫി അൻവരിയാണെങ്കിൽ പിന്നീട് എന്റെ പേര് മയ്യിത്തായി പോകുന്ന രംഗമല്ലേ. നല്ലതുപോലെ മനസ്സറിഞ്ഞുകൊണ്ട് മരണത്തിനെ കുറിച്ച് ഓർത്തോ. ഇത് പറയുന്നത് പഠിക്കാനല്ല, ഓർക്കാനാണെന്ന് മനസ്സിലാക്കിക്കോ. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ മരണത്തിനെ കുറിച്ച് കൊണ്ടുവരാനാണെന്ന് ചിന്തിച്ചോ. എത്രയോ ആളുകള് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ലേ? എത്രയോ പേര് അവരൊക്കെ ഇന്നവിടെ പോയി. ആദം മുതൽ പല കഴിഞ്ഞില്ലേ, അതിരത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ, അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചോളൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ എത്രയോ ആളുകൾ കഴിഞ്ഞുപോയി.
നമുക്ക് മുമ്പേ കടന്നുപോയവര്, മുമ്പേ ഖബറിലെത്തിയവര്, അതിൽ ലോകം മടക്കി ഭരിച്ച എത്രയോ ആളുകളുണ്ട്. ചക്രവർത്തിമാരുണ്ട്, വലിയ വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് ഉല്ലസിച്ചിരുന്നവരുണ്ട്, മണിമാളികളിൽ ഉല്ലസിച്ചവരുണ്ട്. എല്ലാവരും പോയത് അത്ഭുതമല്ലേ? ചിന്തിക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുഅ്മിനേ, രാവിലെ ആയാൽ നിങ്ങൾ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കല്ലേ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നല്ലോ. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഖൂൽ ഇദാ അംസൈത ഫലാ തൻതളിരിസ് സ്വബാഹ്. വൈകുന്നേരമായാൽ പ്രഭാതമാകുമെന്ന്, സുബ്ഹിയാകുമെന്ന് നീ പ്രതീക്ഷിക്കല്ലേ. വഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ. പ്രഭാതമായാൽ പ്രദോഷത്തിനെയും, സുബ്ഹിയായാൽ രാത്രിയാകുമെന്ന്, വൈകുന്നേരമാകുമെന്ന് നീ പ്രതീക്ഷിച്ചു പോകല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിന്റെ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, ആ ആരോഗ്യമുള്ള സമയത്തിൽ നിന്ന് നീ രോഗിയായി പോകുമ്പോഴേക്ക് നീ ആരോഗ്യമുള്ള സമയത്തിൽ നിന്ന് അധ്വാനിച്ചോ, അതിൽ നിന്ന് അമൽ ചെയ്തോ. നീ മരിച്ചു പോകുമ്പോഴേക്ക് നിന്റെ ജീവിതത്തിൽ നിന്ന് നീ അമൽ ചെയ്തോ എന്ന് സയ്യിദുനാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുപോയെങ്കിൽ പ്രിയപ്പെട്ട ഇന്ന് നമ്മൾ ചിന്തിക്കണേ. നമ്മുടെ ആരോഗ്യം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ട യുവാക്കളൊന്ന് ചിന്തിക്കണേ. എല്ലാത്തിനും സമയമുണ്ട്, എന്തിനും സമയമുണ്ട്. പടച്ചവനിലേക്ക് അടുക്കാൻ മാത്രം സമയമില്ല, മരണത്തിനെ കുറിച്ച് ചിന്തിക്കാൻ മാത്രം സമയമില്ല. എല്ലാത്തിനും നമ്മൾ സമയം ചെലവഴിക്കുമ്പോ 5 വഖ്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കള് സമയം കാണാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കണേ നല്ലതുപോലെ. ഒരു ദിവസം 24 മണിക്കൂർ, ആ 24 മണിക്കൂറിൽ 5 വഖ്ത് നിസ്കാരം ഇടയിടയിലായി കൊണ്ട് 5 മിനിറ്റ് നേരം പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോ 5 മിനിറ്റ് നിസ്കാരത്തിന് വെച്ച് കൂട്ടിയാൽ തന്നെ 25 മിനിറ്റ് ഒരു ദിവസം പടച്ച തമ്പുരാന്റെ മുമ്പിൽ കുനിയാൽ പടച്ച തമ്പുരാന് വേണ്ടി നിസ്കരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഒരു ബസ് 5 മിനിറ്റ് കഴിഞ്ഞ് വരുമെങ്കിൽ ആ ബസ്സിനെ കാത്ത് 10 മിനിറ്റ് മുമ്പ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ ഒരു നിസ്കാരം 5 മിനിറ്റ് കഴിഞ്ഞാൽ ാണെന്ന് കരുതിയിട്ട് നമ്മൾ വരുന്നില്ലല്ലോ. നമ്മൾ ചിന്തിക്കുന്നത് എന്തായാലും അസറാവാനായി, അതുകൊണ്ട് ഇനി അസറം കൂടി അങ്ങ് ളുഹറും ഒരുമിച്ച് നിസ്കരിക്കാമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമേ, നിങ്ങൾ ചിന്തിച്ചോളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്തിൽ നിന്ന് നിങ്ങൾ രോഗിയാവുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ? നല്ല അമൽ ചെയ്ത് ഭാഗ്യം നേടിക്കോ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ 60 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചു എന്ന് കണക്കാക്കുക. സാധാരണയിൽ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു പോകുന്ന ആളുകൾ മിക്കതും 60-70 ഉള്ളിലുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചതാണ്, എന്റെ സമുദായത്തിന്റെ, എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്നുള്ളത് അത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പോയെങ്കിൽ പ്രിയപ്പെട്ടവരെ, 60 വയസ്സ് വരെ ജീവിച്ചതായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അവന്റെ ജീവിതത്തിൽ എന്താണ് അവന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്? 60 വയസ്സ്, 60 വർഷം, 60 വർഷത്തിന്റെ പകുതിയാകുന്ന 30 വർഷം അവൻ ജീവിതത്തിൽ ഉറങ്ങിപ്പോയില്ലേ? കാരണം ഒരു ദിവസം എന്നുള്ളത് രാത്രിയും പകലുമാണ്, ഉറക്കമാണ്. എന്തെങ്കിലും ചെയ്യാൻ കിട്ടുന്നത് രാത്രി മുഴുവനും ഉറങ്ങിത്തീർത്തു. അപ്പൊ 60 വയസ്സ് വരെ ജീവിച്ചതായ ഒരു മനുഷ്യൻ, അവന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം 30 വർഷം അത് രാത്രിയായി പോവുകയാണ്. പിന്നെ അവനിൽ നിന്ന് ശേഷിച്ചു പോയത് 30 വർഷമാണ്. ഈ 30 വർഷത്തില് അവന്റെ കളിപ്രായമാകുന്ന 15 വയസ്സ് വരെയുള്ള ആ പ്രായവും നമ്മൾ മൈനസ് ചെയ്യണം. 30-ൽ നിന്ന് 15 അങ്ങനെ കളിച്ചു തീർത്തതാണ്.
നിങ്ങളുടേതായ മരണങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടം നിങ്ങളിലേക്ക് വന്നാൽ എവിടെ നോക്കിയാലും അപകടങ്ങളും അപകട മരണങ്ങളും, എപ്പോ നോക്കിയാലും അപകട മരണങ്ങളാ. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാലഘട്ടം നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ എന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇന്ന് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാ. പഴയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ, പഴയ കാലത്തുള്ള പത്രമാധ്യമങ്ങളെടുത്ത് പരിശോധിക്കുമ്പോ താടി നിറച്ച, തലമുടി നിറച്ച വല്യപ്പമാരുടെ ഫോട്ടോകളായിരുന്നു, വല്യമ്മമാരുടെ ഫോട്ടോകളായിരുന്നു ചരമകോളങ്ങളിൽ കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് 10, 18, 20, 22, 25 വയസ്സുള്ള യുവതികള് പെട്ടെന്നുള്ള മരണങ്ങള്, അപകടങ്ങളിൽപ്പെട്ട് മരിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ സമയമായി, ഒരുങ്ങാൻ സമയമായി. അതുകൊണ്ട് ചിന്തിച്ചോ, ഒരു ബാങ്കിന്റെയും ഒരു നിസ്കാരത്തിന്റെയും ഇടയിലുള്ള ജീവിതം മാത്രമേ, ഇടയിലുള്ള സമയം മാത്രമേ നമ്മുടെ ജീവിതമുള്ളൂ. നമ്മുടെ ഉമ്മ പ്രസവിച്ചപ്പോ ചുറ്റുഭാഗത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ആരോ എടുത്തുകൊണ്ട്, ഒന്നെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാരെടുത്തുകൊണ്ട് വലത് ചെവിയിൽ ബാങ്ക് വിളിച്ചിട്ട് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കാറുണ്ട്. ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കാറുണ്ട്, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ആ ബാങ്കിനും ഇഖാമത്തിനും അപ്പം നിസ്കരിക്കാറില്ല. വർഷങ്ങൾ കഴിഞ്ഞു, ഈ മനുഷ്യനങ്ങ് മരിച്ചുപോയാൽ, ഈ കുഞ്ഞ് വലുതായിട്ട് മരിച്ചുപോയാൽ നമ്മൾ മയ്യത്ത് നിസ്കരിക്കാറുണ്ട്. പക്ഷേ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും ഇല്ല. അന്ന് കൊടുത്തു വെച്ചതായ ബാങ്കിന്റെയും ഇഖാമത്തിനുള്ളതായ നിസ്കാരമായി നമ്മൾ മയ്യത്ത് നിസ്കരിക്കുമ്പോ ഒരു ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം മാത്രമല്ലേ നമ്മുടെ ജീവിതമുള്ളൂ. ചിന്തിക്കാൻ സമയമായില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ചിന്തിക്കൂ നല്ലതുപോലെ, മനസ്സറിഞ്ഞുകൊണ്ട്. അല്ലാഹുവേ, ജീവിതത്തിൽ എത്രയോ തെറ്റുകുറ്റങ്ങൾ വന്നുപോയി റബ്ബേ. സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട്, കാലത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ട് എന്റെ യുവത്വം ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് റബ്ബേ. ജീവിതത്തിന്റെ ഒരുപാട് സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് എത്രയോ തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതിന് അല്ലാഹു ഉത്തരം ചെയ്യും, അല്ലാഹു പുറത്തു തരുമെന്നത് തീർച്ചയാണ്. അല്ലാഹു പുറത്തു തരും, വിഷമിക്കണ്ട. ചിന്ത കൊണ്ടുവന്നാ മതി. നമുക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും ഇഖ്ലാസ് ഇല്ല, മരിക്കുമെന്ന ചിന്തയില്ല, ആ മറന്നു പോകുന്നു. ഇനി മുതലൊന്ന് ഓർത്തു നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ ഇരുന്നു കൊണ്ടൊന്ന് ചിന്തിക്കൂ. നിങ്ങളിപ്പൊരു മയ്യത്താണ്, നിങ്ങൾ മരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് നാട്ടുകാർ വന്നിട്ടുണ്ട്, നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്, കുളിപ്പിക്കാൻ വെക്കുന്നുണ്ട്, കുളിപ്പിക്കുന്നുണ്ട്, കഫൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു, നിസ്കരിക്കുന്നു, നിങ്ങളെ ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നു. നിങ്ങൾ ഖബറിൽ തനിച്ചാണ്. അതൊന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇവിടെ വെച്ചൊന്ന് കൊണ്ടുവന്ന് നോക്കൂ. നമുക്ക് വരും, പേടി വരും, നമുക്ക് ഭയം വരും, ചിന്ത വരും. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാ തീർന്നു. അത് തീരാൻ പാടില്ല പ്രിയപ്പെട്ടവരെ, തീരാൻ പാടില്ല. വളരെയധികം വേദനാജനകമായ, വേദനയുള്ള മരണമാണ് പ്രിയപ്പെട്ടവരെ മരണമെന്നുള്ളത്. വേദനാജനകമായ ഒന്നാണ് മരണമെന്നുള്ളത്. നമ്മൾ നിസ്സാരമായി കാണുന്നു. പലരും പറയും ഞാൻ മരിച്ചു കിട്ടിയാ നന്നായി, ഓരോരുത്തരും പറഞ്ഞ് ഇവിടുന്ന് ജീവിക്കണ്ടെന്നാണ്, മരിച്ചു പോയാ മതി എന്ന്. എന്നാൽ ആ മരണത്തിന്റെ വേദന എത്രമാത്രമുണ്ടെന്നറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ സ്വഹാബാക്കളോട് മരണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ആ മരണത്തിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ നൊമ്പരത്തിനെ കുറിച്ച്, അതിന്റെ വേദനയെ
വേദനയെ കുറിച്ച് പറഞ്ഞു. എത്രയാണ് ആ മരണത്തിന്റെ വേദന എന്നറിയോ? വഹുവ ഖദറു 300 മർഖദിൻ ബിസൈഫ്. മരണത്തിന്റെ ഏറ്റവും ചെറിയ വേദന അത് ഒരാളുടെ പച്ചയായ ശരീരത്തില് നല്ല മൂർച്ചയേറിയ വാളുകൊണ്ട് 300 തവണ വെട്ടുമ്പോ ഉണ്ടാകുന്ന വേദന എത്രയാണോ, ഇതാണത്ര മരണത്തിന്റെ ലോലമായ ഏറ്റവും ചെറിയ വേദന. ഏറ്റവും ചെറിയ വേദന 300 തവണ പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മൂർച്ചയുള്ള വേദനയാണ് ഒരു മരണത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തുവെങ്കില് അല്ലാഹുവിന്റെ റസൂൽ പോലും ഇവിടെന്ന് വിട പറഞ്ഞു പോയപ്പോ വേദന സഹിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുവിന്റെ റസൂൽ മരിക്കാൻ കിടക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ഫാത്തിമ ബീവി ചാരത്തുണ്ട്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് വല്ലാണ്ട് വേദനയാ. അസ്റായീലേ മരണത്തിന് വേദനയുണ്ട്. ഫാത്തിമ ആയിഷ മരണത്തിന് വല്ലാണ്ട് വേദനയാ. അവിടുന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞുവല്ലോ, നബിയേ അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് നെയ്യിൽ നിന്ന് എണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ സുന്ദരമായി ലോലമായിട്ടാണ് നബിയെ പിടിക്കുന്നത്. എന്നാൽ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ റൂഹ് പിടിക്കുന്നതെന്ന് എങ്ങനെയെന്നറിയോ? അധികാരമുള്ളിലൂടെ ചാക്കിട്ട് വലിക്കുന്നത് പോലെ ായിട്ടാണ് റൂഹിനെ പിടിക്കുന്നതെന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വേദനയോടുകൂടെ അമ്പരത്തോടുകൂടെ പറയുമ്പോ ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാണ്ട് വേദനയാണെന്ന് പറഞ്ഞപ്പോ മഹദിയായിരിക്കുന്ന ഫാത്തിമ ബീവി പറഞ്ഞല്ലോ, എന്റെ ഉപ്പാക്ക് വേദനയോ? എന്റെ ഉപ്പ അല്ലാഹുവിന്റെ ഹബീബല്ലേ, അല്ലാഹുവിന്റെ റസൂലല്ലേ. എന്റെ പിതാവിന് വേദനയോ? എന്റെ പിതാവിന് നൊമ്പരമോ എന്ന് ഫാത്തിമ ബീവി പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ലാ കറബ അലാ അബീകി ബഅദൽ യൗം. നിന്റെ ഉപ്പാക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞാ പിന്നെ വേദനയില്ല ഫാത്തിമ. ചുരുക്കി പറയട്ടെ പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് വല്ലാണ്ട് വേദനയാണ്. ഹബീബായ തങ്ങളെ പോലും വേദനിച്ചു പോയി. അസ്റായീൽ പറഞ്ഞുവല്ലോ, നബിയെ അങ്ങയുടെ സമുദായത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മുടെ റൂഹ് പിടിക്കുന്ന കോലം അസ്റായീൽ പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അസ്റായീലേ എന്റെ സമുദായത്തിന് വേദനയുണ്ടാകുമോ? ഇത്രമേൽ വേദനയുണ്ടെങ്കിൽ അസ്റായീലേ ഖിയാമത്ത് നാൾ വരെ എന്റെ സമുദായത്തിൽ ജനിക്കാൻ പോകുന്ന അവസാനത്തെ കുഞ്ഞിന്റെ വേദന പോലും എനിക്ക് കൊണ്ട് അസ്റായീലേ എനിക്ക് അസ്റായീലേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മുടെ മരണത്തിന്റെ വേദന പോലും ഏറ്റെടുക്കാൻ തയ്യാറായി. പക്ഷേ അവിടെ ഓരോരുത്തരും അത് അനുഭവിച്ചറിയണമെന്ന് പറഞ്ഞില്ലേ? അത്രത്തോളം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പോയി പ്രിയപ്പെട്ട മുസ്ലിമേ. അല്ലാഹുവിന്റെ റസൂല് ആ നബി തങ്ങളെ പോലും വേദനിച്ചു പോയി. കൂട്ടത്തിലൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ നിസ്സാരമാക്കി തള്ളിയാലും, ഏത് ചാനൽ തള്ളിയാലും, ഏത് പത്രങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ നിരുത്സാഹപ്പെടുത്തിയാലും, അത് ഏത് പത്രമാവട്ടെ, എത്ര ഫേമസ് ആയ മാതൃഭൂമി പോലും ആവട്ടെ, അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചങ്കിലച്ചോരയാണ് പ്രിയപ്പെട്ട മുസ്ലിമേ റസൂലുള്ളാഹി തങ്ങള്. അല്ലാഹുവിന്റെ റസൂലിനെ ആര് പറഞ്ഞാലും നമ്മൾ വെറുതെ വിടാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. എല്ലാ ഉസ്താദുമാരും പറഞ്ഞിട്ടുണ്ടാകും മാതൃഭൂമി എന്ന് പറയുന്ന പത്രം അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മോശമാക്കി പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അവിടുത്തെ പത്നിമാരെ കുറിച്ച് ആയിഷ ബീവിയെ കുറിച്ച് പോലും മോശമാക്കിയിട്ട് പത്രം എഴുതിയപ്പോ നമ്മൾ പ്രതികരിച്ചുവല്ലോ. ഇനിയും നമുക്ക് പ്രതികരിക്കണം. അതിന്റെ ഒരു പ്രസിദ്ധീകരണങ്ങൾ പോലും നമ്മുടെ വീട്ടിൽ വരുത്താതെ, നമ്മുടെ നാട്ടിൽ
നാട്ടിൽ പോലും വരുത്താതെ, നമ്മുടെ മഹല്ലിൽ പോലും വരുത്താതെ നമുക്ക് പ്രതികരിക്കണം. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കൊടുക്കണമെങ്കിൽ അള്ളാന്റെ റസൂല് ചോദിക്കുമല്ലോ, ആ പത്രം എന്നെ കുറിച്ച് എഴുതിയപ്പോ, എന്നെ നിരുത്സാഹപ്പെടുത്തി, എന്നെ നിസ്സാരമാക്കി തള്ളിയപ്പോ നീ എവിടെയാണെന്ന് അള്ളാന്റെ റസൂല് ചോദിക്കുമ്പോ നമുക്കെന്തും. അതുകൊണ്ട് മുസ്ലിമെ നല്ലതുപോലെ ചിന്തിച്ചോ. ആരാവട്ടെ അള്ളാന്റെ റസൂലിനെ നിരുത്സാഹപ്പെടുത്തി നിസ്സാരമാക്കിയിട്ട് ആര് പറഞ്ഞാലും നമ്മൾ പ്രതികരിച്ച് അത് പറയുന്നത് പോകുന്ന ദിവസമുണ്ടല്ലോ. ആ മരണത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്, ആ മരിക്കുന്ന രംഗത്തിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. കൈകാലുകൾ കോർത്തുകൊണ്ട്, കണങ്കാലുകൾ കോർത്തുകൊണ്ട് ആരാണെന്ന് മന്ത്രിക്കാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിലപിക്കുമെന്ന് അള്ള പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ ചിന്തിച്ചോ, നല്ലതുപോലെ ചിന്തിച്ചോ, മറന്നു പോകണ്ട. അത്രമേൽ ഭീതിജനകമായ, അത്രമേൽ ഭയാനകരമായ മരണം നമ്മുടെ മുമ്പിൽ ഇതാ വന്നു നിൽക്കുകയാ. അതുകൊണ്ട് കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ ഔ ആബിറു സബീൽ. ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാവ്, ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാവ്. അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ, അല്ലെങ്കിൽ ഒരു വഴി വിട്ട് കിടക്കുന്നവനെ പോലെ, ഒരു വിദേശ നമ്മുടെ നാട്ടുകളിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പറന്നു വന്നുപോയ എത്രയോ ഗൾഫിലുള്ളതായി എത്രയോ പ്രവാസികളായിരിക്കുന്ന ആളുകളില്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി അധ്വാനിക്കുന്ന എത്രയോ പ്രവാസികളുണ്ട്. അവർ ഗൾഫിലെത്തിയാൽ അവരുടെ ചിന്ത എന്താണ്? ഈ ഗൾഫ് രാജ്യത്ത് എന്നെന്നും മരിക്കുന്നത് വരെ ജീവിക്കണമെന്നല്ല, മറിച്ച് നാട്ടിലേക്ക് പോകണം, നാട്ടിലേക്ക് പോകണം എന്ന ചിന്തയാ. വിദേശിയാകുമ്പോ ചിന്ത വരുന്നത് നാട്ടിലേക്ക് പോകണമെന്നാണ്. അവിടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചോ, ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെയാവണം. നീ മണ്ണിൽ നിന്ന് വന്നവനാണ്, ആ മണ്ണിലേക്ക് പോകേണ്ടവനാണ്. ഈ ദുനിയാവിൽ നീ ഒരു വിദേശിയാണ്, ആ വിദേശിയെ പോലെയാ നീ എന്ന് ചിന്തിച്ചുകൊണ്ട് നീ ദുനിയാവിൽ സഞ്ചരിക്കണമെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ മഹാരഥന്മാർക്ക് ആ ചിന്തയുണ്ടായിരുന്നു. മഹാനായിരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട് നിർമ്മിക്കാൻ കരാറ് കൊടുത്തു. വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞു. ആ സുന്ദരമായ വീട് നോക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ലൗലൽ മൗതു ലകുന്തു ബികി മസ്റൂറാ. സുന്ദരമായ വീടുണ്ടാക്കാൻ കരാറ് കൊടുത്തിട്ട് ആ വീടിന്റെ പണി പൂർത്തിയായപ്പോ ഭംഗിയുള്ള വീട് നോക്കിയിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, ലൗലൽ മൗതു ലകുന്തു ബികി മസ്റൂറാ. വീട് മരണം എന്ന ഒന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് സന്തോഷിക്കുമായിരുന്നു എന്ന് വീടിനെ നോക്കിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയെങ്കിൽ, പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരൂ, നമ്മുടെ ഹൃദയത്തിലേക്ക് മരിക്കുമെന്ന ചിന്ത കൊണ്ടുവരൂ. മഹാനായിരിക്കുന്ന റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു എന്നറിയോ, അവരൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു. എന്നിട്ട് പോലും അവർ എന്താ ചെയ്തത്? റബീഅ ഇബ്നു ഖൈസം റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലൊരു ഖബർ കുഴിച്ചിട്ട് ആ ഖബറിൽ കിടന്നിട്ട് തല വടക്ക് ഭാഗത്തേക്കും കാല് തെക്ക് ഭാഗത്തേക്കും വെച്ചുകൊണ്ട് ആ ഖബറിൽ കിടന്നിട്ട് അവിടുന്ന് ഓതുമായിരുന്നു, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ എന്ന ആയത്തോതുമായിരുന്നു. എന്നിട്ട് വീണ്ടും ഓതും വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ എന്ന ആയത്തോതിയിട്ട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ ഖബറിൽ ഇറങ്ങിയിട്ടാണ് ഓതുന്നത്. എന്തായിട്ടാ ഓതുന്നത്? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ. ഒരു മനുഷ്യന്റെ മരണം ഹാദിറായിട്ട് റൂഹ് പിടിച്ചു കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ പറയുമത്രേ,
ആ മനുഷ്യൻ നിലവിളിച്ചു കൊണ്ടുപോയി. ആ മനുഷ്യൻ നിലവിളിച്ചു കൊണ്ട് പറയുമത്രേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ, ഒരല്പസമയം എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തന്നാൽ, ഒരല്പസമയം ഒന്ന് എന്റെ റൂഹ് പിടിക്കലൊന്ന് പിന്തിപ്പിച്ചു തന്നാൽ, ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ സദഖ കൊടുക്കാം റബ്ബേ, ഞാൻ നല്ലവനായി തീരാമെന്ന്. എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ നിസ്കരിക്കാമല്ല എന്ന് പറഞ്ഞില്ല. എന്നെ അല്പസമയം എന്റെ റൂഹ് പിടിക്കലൊന്ന് ബന്ധിച്ചാൽ പടച്ചോനെ ആ സദഖ കൊടുക്കാമെന്നാണ് മനുഷ്യൻ പറയുന്നത്. രക്ഷപ്പെടാൻ കഴിയും സ്ഥലത്ത് കൈകൂലി കൊടുക്കുന്ന പ്രയോഗം നമുക്കുണ്ട്. എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് നേടിയെടുക്കുന്ന പരിപാടി നമുക്കുണ്ട്. ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ പറയോത്രേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയമൊന്ന് എന്റെ റൂഹ് പിടിക്കൽ ബന്ധിച്ചാൽ അതിനെ ഒന്ന് ബന്ധിപ്പിച്ചു തന്നാ പടച്ചോനെ, ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ നല്ലവനായി തീരാം, ഞാൻ സദഖ കൊടുക്കാം, ദീനിന് വേണ്ടി കൊടുക്കാം, മദ്രസക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞു പോകുമ്പോ അല്ലാഹു പറയുന്നു വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, ഒരു മനുഷ്യന്റെ അവധിയെത്തിയാൽ, ഒരു മനുഷ്യന്റെ അജലിയെത്തിയാൽ, അവധിയെത്തിയാൽ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അജലിയെത്തി കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പടച്ച തമ്പുരാൻ പിന്തിപ്പിക്കുകയില്ല. മഹാനായിരിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം, ഒന്നുറക്കപ്പറ, സുലൈമാനാക്കാന്നല്ല കേട്ടത്, സുലൈമാൻ നബി എന്നാ ഞാൻ പറഞ്ഞത്. ഒന്നുറക്കപ്പറ, മഹാനായിരിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്നിധിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടേക്കാണ് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കല് നിൽക്കുന്നതായ ആ മനുഷ്യനെ ഇങ്ങനെ തുറിച്ചു നോക്കുക. അസ്റായിൽ അലൈഹിസ്സലാം അങ്ങനെ പോയി. ഈ മനുഷ്യനോട് സുലൈമാൻ നബി പറഞ്ഞു, മോനെ അസ്റായിൽ എന്താണാവോ നിന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നുണ്ട്? ഇക്കൂട്ടത്തിൽ ഒരാളോട് പറയാം, ഒരു രഹസ്യമൊക്കെ പറയുന്ന ഒരാൾ, ഒരു വലിയ ഔലിയ പാപ്പ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് പറയാണ് ഇനി അസ്റായിൽ ഇങ്ങനെ തുറിച്ചു നോക്കണ്ടത്. മൈക്കക്കാരനോട് പറഞ്ഞ മൂപ്പര് ആംപ്ലിഫയറും വേണ്ട, മൈക്കിയും വേണ്ട, ഒന്നും വേണ്ട, ഇവിടെ പായൂലേ? ചിന്തിച്ചു നോക്കി നിങ്ങള്. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്നിധിയിൽ നിൽക്കുന്നതായ മനുഷ്യനെ തുറിച്ചു നോക്കുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറഞ്ഞു, മോനെ നിന്നെ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തുറിച്ചു നോക്കിയിട്ടുണ്ട്. ഈ മനുഷ്യന് വല്ലാണ്ട് പരിഭ്രമമായി, ബേജാറിയായി സുലൈമാൻ നബിയോട് പറഞ്ഞു, നബിയേ എന്നെ എത്രയും പെട്ടെന്ന് ഇവർ എന്നെ എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞേക്കൂ നബിയേ. നിങ്ങൾ കാറ്റിനോട് സഞ്ചരിക്കുന്ന കാറ്റിനോട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വഴിപ്പെടുമല്ലോ, അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് എത്തിക്കണേ എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ രാജ്യത്തേക്ക് പറഞ്ഞയച്ചു. കാറ്റിനോട് പറഞ്ഞു, ഈ മനുഷ്യൻ അവിടെ കൊണ്ടുപോയി, ഇന്ത്യയിൽ കൊണ്ടുപോയി വിട്. ഈ പറഞ്ഞ കാറ്റനുസരിക്കുമല്ലോ. കാറ്റാ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മലക്കുൽ മൗത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ മഹാനായിരിക്കുന്ന സുലൈമാൻ നബി കാണുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അസ്റായിലിനോട് ചോദിച്ചു, അല്ല അസ്റായില്, അന്ന് നീ വന്നപ്പോ വന്ന മനുഷ്യനെ എന്തേ തുറിച്ചു നോക്കിയത്? മുസ്ലിമാ, അല്ലാഹുവേ എന്നെ മുസ്ലിമായിട്ട് മാത്രമേ നീ മരിപ്പിക്കാവൂ റബ്ബേ. ഇതല്ലാതെ മറ്റൊരു പ്രാർത്ഥനയും നീ പറയുന്നില്ലല്ലോ, ഇതല്ലാതെ മറ്റൊരു ദുആയും നീ പറയുന്നില്ലല്ലോ.
എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ തങ്ങളോട് പറയുന്നു, എന്റെ ചരിത്രം വിശാലമാണ്, സുദീർഘമാണ്, എന്റെ ചരിത്രം സുദീർഘമാണ്. എന്താണെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, കാനലി അഖവാൻ, എനിക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു, എനിക്ക് 2 ഇക്കാക്കമാരുണ്ടായിരുന്നു. വകാനൽ അക്ബറു മിൻഹുമാ മുഅദ്ദിനാ, എന്റെ വലിയ ജ്യേഷ്ഠൻ പള്ളിയിൽ മുക്രിയായിരുന്നു, മുഅദ്ദിനായിരുന്നു, ബാങ്ക് വിളിക്കുന്നവരായിരുന്നു. അവന 40 സന, 40 കൊല്ലം എന്റെ ജ്യേഷ്ഠൻ പള്ളിയിൽ കൂലിയൊന്നും വാങ്ങാതെ, ശമ്പളം വാങ്ങാതെ മുക്രിയായി പള്ളിയിലേക്ക് ജനങ്ങളെ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നിങ്ങനെ വിളിച്ച് 40 വർഷം ശമ്പളമില്ലാതെ മുക്രിയായി ജോലി ചെയ്ത എന്റെ വലിയ ജ്യേഷ്ഠനുണ്ടല്ലോ, ഫലമ്മാ ഹദറൽ മൗത്ത്, എന്റെ വലിയ ജ്യേഷ്ഠന് മരണം സംഭവിക്കാൻ, മരണം ഹാദിറായപ്പോ മുസ്ഹഫ് കൊണ്ടുവരാൻ പറയുന്നു, എന്നോട് മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ വല്ലാണ്ട് സന്തോഷത്തിലായി. 40 കൊല്ലം പള്ളിയിൽ മുക്രിയായി വാങ്ങി വിളിച്ചതായ ഞങ്ങളുടെ വലിയ ഇക്കാക്കയുണ്ടല്ലോ, അവസാനം മരിക്കാൻ സമയത്ത് മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞങ്ങൾ ചിന്തിച്ചു പോയി, ആ മുസ്ഹഫ് കൊണ്ടുവന്നിട്ട് ആ മുസ്ഹഫിൽ നിന്ന് വല്ലതും ഓതിയിട്ട് അല്ലെങ്കിൽ അതുകൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് മരിക്കാനായിരിക്കും എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയി. എന്നാലോ എന്റെ ഇക്കാക്കയുടെ കയ്യിലേക്ക് മുസ്ഹഫ് അങ്ങ് കൊടുത്തിട്ട് ആ മുസ്ഹഫിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മുസ്ഹഫ് പിടിച്ചുകൊണ്ട് എന്റെ ഇക്കാക്ക പറഞ്ഞുപോയി, ഞാൻ ഈ മുസ്ഹഫിൽ നിന്ന് ഈ മുസ്ഹഫ് എന്നവനല്ല, ഈ മുസ്ഹഫ് ഞാൻ അംഗീകരിക്കൂല എന്നെന്റെ ഇക്കാക്ക പറഞ്ഞു. സുമ്മ തഹവ്വല ഇലാ ദീനിൻ നസ്റാനിയ്യ, പിന്നെ ഇസ്ലാമല്ലാതെ ക്രിസ്തു മതത്തിലേക്ക് തെറ്റിയിട്ട് എന്റെ ഇക്കാക്ക ഈമാനില്ലാതെ മരിച്ചുപോയി. ഞങ്ങൾ വല്ലാതെ ദുഃഖിതരായി പോയി. അങ്ങനെ ഫലമ്മാ ദുഫിന, അയാളെ കൊണ്ടുപോയി കബറടക്കി. പിന്നെയോ സുമ്മ അൽസനൽ ആഖിറു 30 സന, രണ്ടാമത്തെ ഇക്കാക്കയായി പിന്നെ പള്ളിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി മുക്രിയായിട്ട്. 30 സന, 30 കൊല്ലം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ പള്ളിയിൽ കൂലിയൊന്നും വാങ്ങാതെ ബാങ്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ ജ്യേഷ്ഠനും മരണം വന്നപ്പോ അയാളും മുസ്ഹഫ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ മുസ്ഹഫിനെ തള്ളി പറഞ്ഞിട്ട് ആ മുസ്ഹഫിൽ നിന്ന് മുസ്ഹഫിനെ അവോയ്ഡ് ചെയ്തിട്ട് അതിനെ തള്ളി പറഞ്ഞിട്ട് ഞാൻ ഈ മുസ്ഹഫിൽ നിന്ന് ഒഴിവാണെന്ന് പറഞ്ഞിട്ട് അയാളും ക്രിസ്ത്യാനിയായി മരിച്ചുപോയി. ഇനിയുള്ളത് ഞാനാണ്, എന്റെ അവസ്ഥ എന്തെന്നറിയില്ല. അതുകൊണ്ടാ ഞാൻ ഈ കഅബയുടെ ചില്ല പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്നതല്ലാഹുമ്മ അഖ്രിജ്നി മിനദ്ദുനിയാ മുസ്ലിമാ, അല്ലാഹുവേ എന്നെ മുസ്ലിമായിട്ടല്ലാതെ നീ മരിപ്പിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞു പോകുന്നത് അത് കാരണമാ. അവിടെ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ തങ്ങൾ ചോദിക്കുന്നു, മോനെ നിന്റെ 2 ഇക്കാക്കമാർക്ക് നിന്റെ 2 ജ്യേഷ്ഠന്മാർക്ക് ഈ ഗതി വരാനുള്ള കാരണം എന്താ? അവിടെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞുപോയി, ഞാനിതിനെ കുറിച്ച് എന്റെ ഇത്താത്തമാരോട് ചോദിച്ചു, അവരുടെ ഭാര്യമാരോട് ചോദിച്ചപ്പോ ഭാര്യമാര് പറഞ്ഞു, നല്ല ഇബാദത്ത് ചെയ്തിരുന്നു, നിസ്കരിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു, സദഖ കൊടുത്തിരുന്നു, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്തു. ഒരു മാത്രമാണ് അവരിൽ നിന്ന് സംഭവിച്ചത്. ഔറാത്തിൻ നിസാ,
അവരെ സ്ത്രീകളുടെ നഗ്നതയിലേക്ക് നോക്കിയിരുന്നു, സ്ത്രീകളുടെ നഗ്നതയിലേക്ക് നോക്കിയിരുന്നു, സ്ത്രീകളുടെ നഗ്നമായ ശരീരത്തിലേക്ക് നോക്കുന്നവരായിരുന്നു. ആ ഒരു കാരണത്താൽ, ആ ഒറ്റ കാരണത്താൽ അവർക്ക് ഈമാൻ കിട്ടാതെ പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്ന് വലിയ നാശമായി വിപത്തായി വന്നു പോയില്ലേ മൊബൈൽ ഫോണ്. ഇത്തിരി പോലെ മൊബൈൽ ഫോണ് വന്നപ്പോ, നമ്മുടെ കരങ്ങളിൽ വന്നപ്പോ തെറ്റ് നമ്മിലേക്ക് വന്നുവല്ലോ, തെറ്റുകുറ്റങ്ങൾ നമ്മിലേക്ക് വരികയാ. സിനിമ കാണാൻ സിനിമാ തിയേറ്ററിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇത്തിരി പോണ മൊബൈൽ ഫോണിനകത്ത് സിനിമ വരുമ്പോ അത് കാണാതിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ആരാരും കാണാതെ അതിലൂടെ ശീലങ്ങൾ കണ്ടുപോയെങ്കില് ഈമാൻ കിട്ടൂല മുസ്ലിമേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, സീരിയലിന്റെയും വിധി ഇത് തന്നെയാ. അതുകൊണ്ട് സീരിയലിന് അടിമപ്പെട്ടുപോയ ഉമ്മമാരുണ്ടെങ്കിൽ ഇന്നത്തോടെ ഇവിടെ വെച്ച് മരിക്കുമെന്ന ചിന്തയോടുകൂടെ, മരണം വരുമെന്ന ചിന്തയോടുകൂടെ അതിൽ നിന്ന് പിന്തിരിഞ്ഞേ മതിയാകൂ, പിന്മാറിയേ മതിയാകൂ. അതിൽ നിന്ന് പിന്തിരിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലതുപോലെ ചിന്തിച്ചോ ഉമ്മ. തെറ്റുകുറ്റങ്ങൾ നമ്മിലേക്ക് വരുമ്പോ മരണത്തിനെ കുറിച്ച് ചിന്ത കൊണ്ടുവന്നോ, അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടുവന്നോ, പടച്ചോനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടുവന്നോ. ഇന്ന് ചില ആളുകൾ രാവിലെ മുസ്ലിമായി വരുന്നു, വൈകുന്നേരം കാഫിറായി പോകുന്നു. രാവിലെ മുസ്ലിം, വൈകുന്നേരം കാഫിർ. മുസ്ലിമായിട്ടുള്ള എത്രയോ പെൺമക്കള് അമുസ്ലിമീങ്ങളായി പോയി. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ പെൺമക്കളെ കാത്തുരക്ഷിക്കട്ടെ. വിഷയം സുദീർഘമാണ്, വിഷയം മാറിക്കൊണ്ടിരിക്കുകയാ. പക്ഷേ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. മരിക്കുന്നതിന്റെ മുമ്പ്, മരണം വരുന്നതിന്റെ മുമ്പ് നമ്മുടെ ജീവിതം നന്നാക്കിയേ മതിയാകോ. അതിനുവേണ്ടിയാണ് ഈ മരണത്തിനെ കുറിച്ച് പറയുന്നത്. സാഹചര്യങ്ങൾ നമ്മെ മോശക്കാരാക്കിയേക്കാം. ഇന്ന് പെണ്ണുങ്ങളെല്ലാം വഴിപാടിലായി കൊണ്ടിരിക്കുകയാ. മൊബൈൽ ഫോണിലൂടെ, മിസ്കോളിലൂടെ, മെസ്സേജിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ നമ്മുടെ ഉമ്മമാര്, സഹോദരിമാര് പോലും വഴികേടിലായിക്കൊണ്ട്, ഭർത്താവുണ്ടായിട്ട് പോലും അന്യരുത്തനെ കാമുകനാക്കിയിട്ട്, എത്ര നല്ല ഭർത്താവുണ്ടെങ്കിൽ പോലും അന്യരുത്തനെ കാമുകനാക്കി കണ്ടുകൊണ്ടവനോടുകൂടെ സല്ലപിക്കുന്ന എത്രയോ സഹോദരിമാര് ജീവിക്കുന്ന കാലഘട്ടമാ. എത്രയോ സഹോദരിമാര്, ഉമ്മമാര് ജീവിക്കുന്ന കാലഘട്ടമാ. മരിക്കണം പെണ്ണേ, മരിക്കണം. നമുക്ക് മരിച്ച് നമ്മെ കൊണ്ടുപോയി വെക്കുന്നത് ആരാരുമില്ലാത്ത ഖബറിലാ. നിന്റെ ഭർത്താവിനെ നീ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ ആരും അറിഞ്ഞില്ലെങ്കിലും, ആരാരുമില്ലെങ്കിലും നിന്ന റബ്ബക്കലബിൽ പടച്ച തമ്പുരാനുണ്ടെന്നും മറന്നു പോവണ്ട പെണ്ണെ, മറന്നു പോവണ്ട. അല്ലാഹു എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, അല്ലാഹു എല്ലാം കാണുന്നുണ്ട്. ഒരു ക്യാമറ കണ്ണില്ലെങ്കിലും, ഒരു സ്പൈ ക്യാമറ ഇല്ലെങ്കിലും, CCTV ഇല്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധമുണ്ടായിക്കോട്ടെ. മരിച്ച് നമ്മളെ പോയാൽ പിന്നെ നമ്മെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ പ്രിയപ്പെട്ടവരെ, ആരാരുമില്ലാത്ത ഖബറല്ലേ, ആരാരും കൂട്ടിനില്ലാത്ത ഖബറല്ലേ. ആരും വരൂലല്ലോ അവിടെ, ആരും സഹായിക്കാനില്ലല്ലോ അവിടെ. നമ്മളെ മരിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മുടെ ഭാര്യമാര് പൊട്ടിക്കരയും, എന്ത് പറഞ്ഞിട്ടാ കരയുക? ഇന്നലെ വരെ എന്നെ സ്നേഹത്തോടുകൂടെ സ്നേഹിച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോയല്ലോ. ഇനി എനിക്കും എന്റെ മക്കൾക്കും ആരാ ഉള്ളതെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഭാര്യ കരയുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചുപോയല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഖബറിൽ ആരാണെന്ന് പറഞ്ഞിട്ടൊരു പെണ്ണും കരയാറില്ല. പ്രിയപ്പെട്ട പെണ്ണേ, അങ്ങനെ നമ്മെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങള്. ആരാരും വരാത്തതായ ഖബറ. നമ്മുടെ പ്രിയപ്പെട്ട മക്കള് പോലും വരുന്നത് ഖബർ വരെ മാത്രമാ. ആൺമക്കള് വരുന്നത് ഖബർ വരെ മാത്രമാ.
അവർ നമുക്ക് നൽകുന്നതും 3 പിടി മണ്ണ. മറക്കണ്ട കേട്ടോ, നമ്മൾ സ്നേഹത്തോടു കൂടെ തലയിൽ വെച്ചാൽ പേനരേക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പൽക്കുമെന്നപ്പോ നമ്മൾ ഇങ്ങനെ പൊന്നുപോലെ നോക്കുന്ന നമ്മുടെ മക്കൾക്കും നമ്മെ സഹായിക്കാൻ കഴിയൂലല്ലോ. അവർക്കും നമുക്ക് നൽകാനുള്ളത് 3 പിടി മണ്ണ. അവരും 3 പിടി മണ്ണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നിന്നെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, മണ്ണിലേക്ക് തന്നെ മടക്കും, ആ മണ്ണിൽ നിന്ന് പിന്നീട് നിന്നെ പുനർജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 3 പിടി മണ്ണ് നിന്റെ പൊന്നുമോനും നിന്റെ നെഞ്ചത്തേക്കിട്ട് നിന്നെ മറമാടി തിരിച്ചു പോന്നാ പിന്നെ ആരുമില്ല മുഅ്മിനേ അവിടെ. പിന്നെ നീ മാത്രമാണ് നീ ചെയ്ത സൽക്കർമ്മങ്ങളാ. അതുകൊണ്ട് നീ ഇവിടെ വെച്ചുകൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ, നല്ലതുപോലെ ചിന്തിച്ചോ. ഇത് ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. ആരെങ്കിലും മക്കളത്തിൽ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നവരുണ്ടെങ്കിൽ, ഭർത്താവിന്റെ സ്നേഹം പോരാനിട്ട് മറ്റേ തോന്നുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച പെണ്ണേ, ഉണ്ടെന്ന് ചിന്തിച്ചോ, പടച്ചോരുണ്ടെന്ന് ഓർത്തോ. നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ടെന്നറിഞ്ഞോ പെണ്ണേ. അല്ലാഹനെ ഓർത്തോ പെണ്ണേ, പടച്ചോനെ ഓർത്തോ പെണ്ണേ. എനിക്കൊരു പക്ഷേ നാട്ടുകാരെ കാണിക്കാതിരിക്കാം, നാട്ടുകാര് കാണാതെ കാമുകനെ വിളിക്കാം, നിനക്ക് നാട്ടുകാരും അറിയൂലെന്ന് കരുതിയേക്കാം. എല്ലാം അറിയുന്ന ഒരുത്തനുണ്ടല്ലോ, ആ കണ്ണടക്കാൻ ആർക്കും കഴിയൂലല്ലോ. മഹാനായിരിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പടച്ച തമ്പുരാൻ പറയുന്നു, മൂസാ നബിയേ, ഇന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ നിന്ന് കരയുന്നുണ്ട്. ഞാൻ ഈ ചരിത്രം പറയുന്നത് ഉമ്മമാർക്ക് വേണ്ടിയാണ്, യുവാക്കൾക്ക് വേണ്ടിയാണ്. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് കരഞ്ഞ പടച്ചോനമ്മേ എല്ലാം പുറത്തു തരും. അതുപോലെ തന്നെ ഉമ്മമാര് എന്ത് സാഹചര്യങ്ങൾ വന്നാലും അല്ലാഹനെ മറക്കാൻ പാടില്ല. ആ 2 ഉപദേശങ്ങൾ ഈ ചരിത്രത്തിലുണ്ട്. മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, മൂസാ നബിയേ, ഇന്ന സ്ഥലത്തൊരു മനുഷ്യൻ നിന്ന് കരയുന്നുണ്ട് നബിയേ, ഒരു മനുഷ്യൻ നിന്ന് കരയുന്നുണ്ട് നബിയേ. ആ മനുഷ്യനോട് ചെന്ന് പറയൂ, അയാൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നെന്ന്, അയാൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നുവെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുന്നു. ആ മനുഷ്യനെ ലക്ഷ്യമാക്കി ചൊല്ലുന്നു. ചെന്ന് നോക്കുമ്പോ ആരാരുമില്ലാത്ത ഒരു മലമുകളിൽ കയറിക്കൊണ്ടൊരു മനുഷ്യൻ തലയിൽ മണ്ണ് വാരിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനോട് ചോദിക്കുന്നു, എന്തിനാ മോനെ നീ കരയുന്നത്, എന്തിനാ മോനെ നീ കരയുന്നത്? അവിടുന്ന് ആ ചെറുപ്പക്കാരൻ മൂസാ നബിയോട് പറഞ്ഞു, നബിയേ, എനിക്കൊരയൽവാസിയുണ്ടായിരുന്നു. ആ മനുഷ്യൻ അയൽവാസിയായ മനുഷ്യൻ തളർന്നുപോയി. അവന് ജോലി ചെയ്യാൻ കഴിയാതെയായി. അവന്റെ ഭാര്യയും 2 മക്കളും പട്ടിണിയിലായി. നാട്ടുകാർ ഒരുപാട് സഹായിച്ചു. പക്ഷേ നാട്ടുകാരുടെ സഹായത്തിന് ഒരു പരിധിയും പരിമിതിയും ഉണ്ടല്ലോ. ഇപ്പൊ ആരും സഹായിക്കാനില്ലാതെ ആ വീട്ടുകാർ വീണ്ടും പട്ടിണിയിലായി. പട്ടിണി പാവങ്ങളായ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ, ഈ തളർന്നു പോയതായ മനുഷ്യന്റെ ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഉമ്മമാര് മനസ്സിലാക്കിക്കോ. ഓയിൽ തേച്ചുകൊണ്ട് പൗഡറിട്ടുകൊണ്ട് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് പറയുന്ന ഭർത്താവിനോട് പറഞ്ഞു, തളർന്നു കിടക്കുന്ന ഭർത്താവിനോടാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട പ്രിയതമാ, നിങ്ങൾ തളർന്നു പോയല്ലോ, ഇനി നമ്മൾ പട്ടിണിയിലാണ്. പക്ഷേ അല്ലാഹു എന്നൊരു ഭംഗിയുള്ള പെണ്ണായി പടച്ചുവല്ലോ, പടച്ചോൻ എനിക്കല്പം സൗന്ദര്യം തന്നുവല്ലോ. ഞാനെങ്ങാനും പുറത്തിറങ്ങിയിട്ട് വല്ല ജോലിയും ചെയ്താൽ
ഏതെങ്കിലും ഒരു പുരുഷൻ എന്നെ നോക്കി ഒന്ന് ആകർഷണം കാണിച്ചാൽ, ഏതെങ്കിലും പുരുഷൻ എന്നിലേക്ക് ആകൃഷ്ടനായാൽ അതിനുള്ള ഉത്തരവാദി ഞാനാകുമല്ലോ. അതല്ല പടച്ചോൻ എന്നെ ഒരു കാണാൻ ഭംഗിയില്ലാത്തവളായിട്ട് ഒരു വിരൂപിയായിട്ടാണ് പടച്ചോൻ എന്നെ പടച്ചിരുന്നതെങ്കിൽ ഞാൻ പുറത്തുപോയി ജോലി ചെയ്ത് നമുക്ക് സുന്ദരമായി ജീവിക്കാമായിരുന്നു പ്രിയതമാ. നമ്മുടെ മക്കൾക്ക് നല്ലതുപോലെ ഭക്ഷണം കൊടുക്കാമായിരുന്നെന്ന് തളർന്നു കിടക്കുന്ന ഭർത്താവിനോട് ആ പെണ്ണ് പറഞ്ഞപ്പോ ഭർത്താവ് പറഞ്ഞു, പെണ്ണേ, നമുക്കൊരു അയൽവാസിയില്ലേ, ഒരു സമ്പന്നൻ, ഒരു ധനികനില്ലേ, അവനെ ഒന്ന് കണ്ടിട്ട് അവനോടെന്റെ കാര്യമെന്ന് പറഞ്ഞേക്ക. മൂസ നബിയോട് ഈ ചെറുപ്പക്കാരൻ പറയുന്നു, നബിയേ, ആ ഭർത്താവിന്റെ സമ്മതത്തോടുകൂടെ ആ പെണ്ണിന്റെ അടുക്കലേക്ക് വന്നു. നബിയേ, ആ പെണ്ണിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞ്, എന്റെ ഭർത്താവ് തളർന്നു കിടക്കുകയാണ്, ഞങ്ങൾ പട്ടിണി പാവങ്ങളാ, വല്ലതും സഹായിക്കുമോ എന്ന് പറഞ്ഞപ്പോ മൂസ നബിയോട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, നബിയേ, ഞാൻ ആ പെണ്ണിൽ ആകൃഷ്ടനായി പോയി നബിയേ. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നിന്റെ കണ്ണ് കാണാൻ എന്ത് ചന്തമാ പെണ്ണേ, നിന്റെ മുഖത്തിനെന്തൊരു സൗന്ദര്യമാ പെണ്ണേ, ഒരു നിമിഷം അല്പസമയം നിന്റെ കൂടെ ഒന്ന് ഉപചരിക്കാൻ തയ്യാറായാൽ നിന്റെ ശരീരമൊന്ന് എനിക്ക് തന്നാ പ്രിയപ്പെട്ട പെണ്ണേ, നിനക്കും നിന്റെ ഭർത്താവും മക്കൾക്കും ജീവിക്കാനുള്ള സമ്പത്ത്, അതിനുള്ള സമ്പാദ്യം ഞാൻ തരാമെന്ന് ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു നബിയേ. മൂസ നബിയോട് ഈ ചെറുപ്പക്കാരൻ പറയാണ്, നബിയേ, ഇതെന്ന് കേട്ടപ്പോ ആ പെണ്ണ് എന്റെ മുമ്പിൽ നിന്ന് ഓടിയെന്ന് പോയി നബിയേ. ചിന്തിച്ചുപോയി, ആ പെണ്ണിന് ഒരിക്കലും തിരിച്ചു വരൂല, ആ പെണ്ണിന് ഒരിക്കലും നിന്റെ അടുക്കലേക്ക് വരൂല. ഞാനിതങ്ങ് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് വീട്ടിൽ പോയി ഭർത്താവിനോട് പറഞ്ഞു, പ്രിയതമാ, നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ അയൽവാസിനെ ഞാൻ സമീപിച്ചപ്പോ അവിടെ നിന്ന് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുകയാണ്, അയൽവാസിക്ക് വേണ്ട എന്റെ ശരീരമാണ്, അയാൾ ആകൃഷ്ടനായ എന്റെ സൗന്ദര്യത്തിലേക്കാ എന്റെ ശരീരം കൊടുത്താ നമ്മുടെ പട്ടിണി മാറ്റാമെന്ന് പറഞ്ഞപ്പോ ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടിയതാ. മക്കളോട് പറഞ്ഞു, മക്കളെ, നമുക്ക് പട്ടിണി കിടന്ന് മരിക്കാനായിരിക്കും ഇത് എന്നില്ല മുസ്ലിമേ. 2 ദിവസം കൂടി പട്ടിണിയിലായി കഴിച്ചു കൂട്ടിയപ്പോ വിശപ്പിന്റെ കാഠിന്യത്താല് സഹിക്കവയ്യാതെ പിഞ്ചു മക്കൾ വന്നുകൊണ്ട് ഉമ്മാന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മാ, സഹിക്കവയ്യ ഉമ്മ, പട്ടിണി കിടന്ന് സഹിക്കവയ്യ ഉമ്മ, വിശക്കുന്നു ഉമ്മ. ഇതെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മാന്റെ കൽബം ഉരുകിപ്പോവുകയാ. ആ പ്രിയപ്പെട്ട പെണ്ണ് ഭർത്താവിനോട് ചെന്നുകൊണ്ട് പറയുന്നു, പ്രിയതമാ, ഇത്രമേല് നമ്മൾ ശ്രമിച്ച് സഹിച്ചുവല്ലോ, എന്റെ പ്രിയപ്പെട്ട പിഞ്ചുമക്കളെ എന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വിശക്കുന്നുണ്ട്, സഹിക്കവയ്യെന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കുന്നില്ല പ്രിയതമാ, അതുകൊണ്ട് നിങ്ങളെന്ന് അനുവദിക്കുമോ? നമ്മുടെ അയൽവാസിക്ക് വേണ്ടത് എന്റെ ശരീരമല്ലേ, എന്റെ ശരീരം അയാളെടുത്തോട്ടെ, പക്ഷേ എന്റെ മക്കള് പട്ടിണി കിടക്കാൻ പാടില്ല, എന്റെ പ്രിയപ്പെട്ട മക്കള് പട്ടിണി കിടക്കാൻ പാടില്ല, എന്റെ ഭർത്താവ് പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് അനുവദിക്കുമോ? പ്രിയപ്പെട്ട ഭർത്താവിനോടും പറഞ്ഞ പെണ്ണ് വീണ്ടും അയൽവാസിയായ മനുഷ്യന്റെ അടുക്കൽ ചെല്ലുകയാ. ഈ ചെറുപ്പക്കാരൻ മൂസ നബിയോട് പറഞ്ഞു, നബിയേ, അങ്ങനെ പിന്നെയും ആ പെണ്ണിന്റെ അടുക്കലേക്ക് വന്നു, നബിയേ, ഞാൻ വല്ലാണ്ട് സന്തോഷത്തിലായി. ആ പെണ്ണിന്റെ അടുക്കലേക്ക് വന്നപ്പോ ഞാൻ വല്ലാണ്ട് സന്തോഷിച്ചു. ആ പെണ്ണിനോട് പറഞ്ഞു, നിനക്ക് വേണ്ടത് എന്റെ ശരീരമല്ലേ, എടുത്തോളൂ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്റെ ഭർത്താവും എന്റെ മക്കളും ഒരിക്കലും പട്ടിണി കിടക്കാൻ പാടില്ല. അയാൾ സമ്മതിച്ചു. മൂസ നബിയോടാണ് നബിയെ. അങ്ങനെ ആ പെണ്ണിനെയും കൂട്ടിയിട്ട് ഞാൻ എന്റെ റൂമിന്റെ കത്തളത്തിന് പോയി വ്യഭിചരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോ ആ പെണ്ണ് എന്നോട് പറയുകയാണ്, എടാ, നിനക്ക് പടച്ചോനെ പേടിയില്ലടാ. വ്യഭിചരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ആ പെണ്ണെന്നോട് പറഞ്ഞു, നിനക്ക് പടച്ചോനെ പേടിയില്ലടാ.
ഇതങ്ങ് കേട്ടപ്പോ ഞാൻ ആ പെണ്ണിനെ തട്ടിമാറ്റി ആ പെണ്ണിനോട് എന്റെ മുമ്പിൽ നിന്ന് പോവാൻ പറഞ്ഞു. അവൾ അവിടെ നിന്ന് ഓടിക്കുകയാ. എന്നിട്ട് ഞാൻ ചിന്തിച്ചു പോയി, അല്ലാ ദിവസങ്ങളോളം പട്ടിണി കിടന്നുകൊണ്ട് വിശപ്പിന്റെ കാഠിന്യം സഹിക്കവയ്യാതെ എത്രയോ ദിവസങ്ങൾ പട്ടിണിക്കിട്ടിട്ടും പടച്ചോനെ ആ പെണ്ണിനെ മറന്നില്ലല്ലോ അല്ലാ. എന്നാൽ സമ്പത്തുണ്ടായിട്ട് എല്ലാം ഉണ്ടായിട്ട് എനിക്കെല്ലാം ഉണ്ടായിട്ട് താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ മറന്നു പോയല്ലോ അല്ലാ. മൂസ നബിയോടാ ചെറുപ്പക്കാരൻ പറയാണ്, നബിയേ ഞാനന്ന് കുളിച്ചതാ നബിയേ, ഞാനന്ന് തുടങ്ങിയ കരച്ചിലാ, ആ കരച്ചിലാണ് തുറന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ മൂസ നബി പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് പടച്ചോനെ സ്വീകരിച്ചിട്ടുണ്ട്, നീ അല്ലാഹനെ ഓർത്തുകൊണ്ട് പിന്തിരിഞ്ഞതല്ലേ, അതുകൊണ്ട് പടച്ചോ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് മോനെ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പോയെങ്കിലോ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ, മുസ്ലിം സഹോദരിമാരെ, എന്ത് സാഹചര്യം തെറ്റിലേക്ക് നമ്മളെ നയിക്കാമെന്നാലും പടച്ചോനെ മറക്കല്ലേ, എവിടെന്ന് വിട പറഞ്ഞു പോകുന്നത് മറക്കല്ലേ. അല്ലാഹനെയും മരണത്തിനെയും കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിലോ പിന്നെങ്ങനെ നമുക്ക് തെറ്റുക ചെയ്യാൻ കഴിയുക? അതുപോലെ തന്നെ പ്രിയപ്പെട്ട യുവാക്കളെ, ചെയ്തു പോയ തെറ്റിനെ ഓർത്തുകൊണ്ട് അല്ലാഹനെ ഓർത്തുകൊണ്ടൊന്ന് കരയാൻ നമുക്ക് സമയം കിട്ടണം മുസ്ലിമേ. അല്ലാഹനെ ഓർത്തുകൊണ്ട് കരയണം. എന്തിനും ഏതിനും നമ്മൾ ചിരിച്ചുല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളൊന്ന് കരയാൻ മറക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഞാനറിയുന്ന പല കാര്യങ്ങളും നിങ്ങളറിയുമെങ്കിൽ ലലഹത്തും ഖലീലാ വലബകൈതും കസീറാ. ഞാനറിയുന്ന പല കാര്യങ്ങളും നിങ്ങളറിയുമെങ്കിൽ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യും സഹാബത്തെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പോയെങ്കിൽ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവ് ചിരിക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോ അല്ലാഹനെ ഓർത്തുകൊണ്ട് മരണത്തിനെ ഓർത്തുകൊണ്ടൊന്ന് കരയണേ. നിങ്ങൾക്കറിയില്ലേ, ഞാനിത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. എന്റെ കൂടെ കാസർഗോഡ് എന്നതാ ഒരു സയ്യിദ് വന്നിരിക്കുകയാണ്. ആരെ കാണാൻ വേണ്ടിയാ വന്നതെന്നറിയോ? മഹാനായിരിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതമൊക്കെ നടത്തി പരിശോധിക്കും മുസ്ലിമേ. ആരോ വന്നുകൊണ്ട്, ഏതോ പെണ്ണ് വന്നുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞുവല്ലോ, പ്രിയപ്പെട്ട ഉസ്താദിനോട് വലിയ വീട് വേണമെന്ന്, വീട് വെക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് അത്തിപ്പറ്റ ഖബർസ്ഥാനം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതിലേത് വീടാ വേണ്ടതെന്ന് ചോദിച്ചു പോയവരാണ് അവരെല്ലാവരും മഹാന്മാരുടെ പാതയെ പിന്തുടർന്നവരാണ്. സയ്യിദുനാ ഉസ്മാൻ തങ്ങളുടെ പാത പിന്തുടർന്നവരാണ്. ഖബറെന്ന് കേട്ടാൽ പരീക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. സയ്യിദുനാ ഉസ്മാൻ തങ്ങളൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. ഖബർ കാണുമ്പോ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ പൊട്ടി കരയുമായിരുന്നു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ. അവിടുന്ന് സഹാബത്തെ കിറാം ചോദിച്ചുവല്ലോ, അല്ല ഉസ്മാൻ തങ്ങളെ, നിങ്ങള് അല്ലാഹുവിന്റെ റസൂൽ നരകത്തിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ കരയാറില്ലല്ലോ, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ, ഖബർ കാണുമ്പോ കരയുന്നുണ്ടല്ലോ, എന്താണ് ഇതിന് കാരണമെന്ന് ചോദിക്കുമ്പോ സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ പറഞ്ഞുവല്ലോ. സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, ഖബർ എന്നുള്ളത് ആഖിറ ലോകത്തിലേക്കുള്ള ആദ്യത്തെ കവാടമാണ്. ആരെങ്കിലും അവിടെ രക്ഷപ്പെട്ടു പോയാലേ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് സയ്യിദുനാ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ അതിനെക്കുറിച്ച്, മരണത്തിനെ കുറിച്ചും ഖബറിനെ കുറിച്ചുമുള്ളൊരു ചിന്ത ഇനിയുള്ള കാലം നമ്മൾ കൊണ്ടുവരണം. അത് കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.